Hello Amazonians, this is me JP. Today we are discussing some important questions in our first chapter, Units and Measurement. എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നു മക്കളെ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയാസ് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് അറിയുമോ മക്കൾക്ക്? കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് യൂണിറ്റ്സിലെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ടീം മെസോൺ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഒരുവിധം എല്ലാ കോൺസെപ്റ്റുകളിലേക്കും ഇറങ്ങി ചെല്ലുവാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിലുണ്ടാവും. അത് JPയുടെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരം വൈകേണ്ട ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിങ്ങളുടെ +1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ +1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളതിലെ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള വലിയൊരു നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത ടൈപ്പ് ഓഫ് ഒരു ചാപ്റ്ററുകളിൽ ഒന്നാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. പലർക്കും ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം ഈ ചാപ്റ്റർ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ഇതിന് വെയിറ്റേജ്, എങ്ങനെയാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കയറുന്നില്ല, ഹറിബറി ഒന്നുമില്ല, നമ്മൾ ഈസി ആയിട്ട് മുന്നോട്ട് പോകും. റെഡി സെറ്റ് അല്ലേ മക്കള്? എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ആ ലെവലിൽ എനിക്ക് കിട്ടിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് യൂണിറ്റ്സ് അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മക്കളുടെ കയ്യിലേക്ക് ഞാൻ അങ്ങ് വെച്ച് തരും. റെഡി ആണല്ലോ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ മക്കൾ ഈ യൂണിറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്, അതിനോടൊപ്പം തന്നെ കോൺസെപ്റ്റിലേക്ക് വരേണ്ട ചില ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം കേട്ടോ. യൂണിറ്റ്സിൽ നമുക്ക് എക്സാമിന് വരാറുള്ളത് 4 to 5 മാർക്സ് ആണ്. നിങ്ങളുടെ ആനുവൽ എക്സാമിന് മക്കൾ എക്സ്പെക്ട് ചെയ്യേണ്ട മാർക്സ് 4 to 5 മാർക്സ് ആണ്. ക്ലിയർ? അതിൽ നമുക്ക് 3 ടൈപ്പായിട്ട് 3 ഏരിയാസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഏരിയാസ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ചുമ്മാ ഒന്ന് ഡിവൈഡ് ചെയ്യാം, മക്കൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല അതിൽ ഫസ്റ്റ് ഏരിയ മക്കൾ കൺസിഡർ ചെയ്യേണ്ടത് യൂണിറ്റ്സ്. എന്തിനാണ് നമ്മൾ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത്, എന്താണ് യൂണിറ്റ്സിന്റെ പ്രത്യേകതകൾ, നമ്മൾ എവിടെയാണ് യൂണിറ്റ്സ് ഉപയോഗിക്കുക, എന്തൊക്കെയായിരിക്കണം ഒരു ഗുഡ് യൂണിറ്റിന്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെയായിരിക്കണം. അത് കൂടാതെ മക്കൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും CGS, FPS, FPS, MKS, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ? ഇതൊക്കെ എന്താണ് C, എന്താണ് G, എന്താണ് S ഒക്കെ സ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ കൊണ്ടുവന്ന SI സിസ്റ്റം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മക്കൾ ഫസ്റ്റ് ഒരു ഏരിയയിൽ പഠിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എക്സാമുകളിൽ കാണാറുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തരും, അതിന്റെ യൂണിറ്റ് എഴുതാൻ പറയും, അല്ലെങ്കിൽ സിമ്പിൾസ് എഴുതാൻ വേണ്ടി പറയാറൊക്കെ. നമുക്കത് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ രണ്ടാമത്തെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അവനാണ് ഈ ചാപ്റ്ററിന്റെ VIP ഐറ്റം. മക്കൾ ഓർത്ത് വെച്ചോ, VIP ഐറ്റം. എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും. മെയിൻ ആയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസ് കേട്ടോ. ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 2 ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഒരു ഇക്വേഷൻ റൈറ്റ് ആണോ അല്ലെങ്കിൽ അത് റോങ് ആണോ ഡയമെൻഷനലി എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഇക്വേഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്നല്ല, ഇക്വേഷൻ ഡയമെൻഷനലി റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കേസ്. മൂന്നാമത് ഒരു ഏരിയ ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമ്മൾ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന യാതൊരുവിധ റൂളിന്റെ ആവശ്യമില്ല, സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു നമ്പേഴ്സ് കാണുന്ന സമയത്ത് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡുമായിട്ടാണ്. ക്ലിയർ? അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, വലിയ ഇമ്പോർട്ടൻസ് ചോദിക്കുന്നുണ്ട്. ഒരു 4 to 5 മാർക്ക്, 4 to 5 മാർക്സ് മക്കൾ പ്രതീക്ഷാ മതി അതിൽ നിന്ന്. ആ 4 to 5 മാർക്സ് നമ്മൾ ഇന്ന് പിടിക്കും. ഓക്കെ, ഇന്ന് ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കയ്യിൽ 4 to 5 മാർക്സ് ഉറപ്പിച്ചോ മക്കള്, ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പൊ നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന സമയത്ത് യൂണിറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഏരിയ യൂണിറ്റ്സും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. അതിലെ ഓരോന്നും സ്റ്റാൻഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്.
ഇപ്പോൾ സി എന്ന് പറഞ്ഞ സെന്റിമീറ്റർ ആയിരിക്കും, ജി ഗ്രാം ആയിരിക്കും, എസ് സെക്കൻഡ് ആയിരിക്കും. അതേപോലെ FPS ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് ആണ്. MKസിലാണെങ്കിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ആണ്. ഇനി അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു SI സിസ്റ്റം ഉണ്ട്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു SI സിസ്റ്റം ഉണ്ട്. അതിന്റെ പ്രത്യേകതകൾ മക്കൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി നോട്ടിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഏരിയ നോട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഏരിയ ഫിനിഷ് ആവും നമ്മൾ, റൈറ്റ്? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഏരിയയിലേക്ക് വരും മക്കളെ, ഡയമെൻഷൻസ്. ഡയമെൻഷൻസ് മക്കൾക്ക് അറിയാം, നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സിംബോളിക്കലായിട്ട് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, ഇക്വേഷനുകളൊക്കെ കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അതിൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. മക്കൾ ഇത് ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിറ്റ്സ് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്തിട്ട് നോക്കേണ്ട കുറച്ച് ഏരിയ ആണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താവും, കുറച്ചുകൂടി ഫെമിലിയർ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. റെഡിയാണോ? ഇനി തേർഡ് വൺ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമ്മൾ പറഞ്ഞതുപോലെ അത് നമ്പേഴ്സ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ കഴിയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. യൂണിറ്റ്സ് സെറ്റ് ആണല്ലേ? ഒരു കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. നമ്മൾ നോക്കിക്കോ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. The centripetal force on a body in a circular motion is given by F is equal to mv/r ആണ് അല്ലേ? ഇക്വേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അവർ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ആയിരിക്കും. F is equal to mv²/r ആണ്. റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ക്ലിയർ? ഇത് ആക്ച്വലി സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. Fc is equal to mv²/r. മറ്റൊരു കാര്യം മക്കളെടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രമല്ല ആക്ച്വലി അതിന്റെ കൂടെ പറയാം, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള ചില പോയിന്റുകൾ പറയും. അപ്പോൾ ആക്ച്വലി നമ്മളൊരു 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എഫക്റ്റീവ് എത്രയായിരിക്കും? 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ അഡീഷണൽ പോയിന്റ്സ് അതിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ മക്കൾ എൻ്റെ കൂടെ നിന്ന് തരാം കേട്ടോ. സി, ഇവിടെ മക്കൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ ഇക്വേഷൻ F is equal to mv²/r ആണ്. ഇതൊരു സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആയിരുന്നു അല്ലെ? FC എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, M എന്ന് പറഞ്ഞാൽ മാസ് ആണ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഫോഴ്സിന്റെ ഡയമെൻഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ mL/T⁻² ആണ്. ഈ കാര്യം നമുക്കറിയാം. F is equal to mL/T⁻² ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ ഇട്ട ആള് അതല്ല പ്രതീക്ഷിക്കുന്നത്. മക്കളെടുത്തുള്ള ആൻസർ എങ്ങനെയാ അവർ വിചാരിക്കുന്നത്? F is equal to mv²/r എന്ന് പറയുന്ന ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വേണം ആരെ കണ്ടുപിടിക്കണം? സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിച്ചാലോ? ഇവിടെ അറിയാത്ത ടേംസ് ഒന്നുമില്ല. M എന്ന് പറയുന്നത് മാസ് ആണ്, V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാസിന്റെ ഡയമെൻഷൻ നമ്മൾ ഇവിടെ എഴുതുകയാണ് മക്കളെ, M ആണ് അല്ലെ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ലെങ്ത്തിന്റെ L ആയിരുന്നു, മാസിന്റെ M ആയിരുന്നു, ടൈമിന്റെ T ആയിരുന്നു. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ. വെലോസിറ്റി നമുക്കറിയാം L⁻⁻1 ആണ് വെലോസിറ്റി. പക്ഷെ നമുക്ക് ഇവിടെ വെലോസിറ്റി അല്ലത്, വെലോസിറ്റിന്റെ സ്ക്വയർ ആണ്. സോ നമ്മൾ ഇവിടെ സ്ക്വയർ അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, L⁻⁻1ന്റെ സ്ക്വയർ, നമുക്ക് V² ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? അപ്പം ഈ സ്ക്വയർ രണ്ടിനും കോമൺ ആണ്. അപ്പൊ L²T⁻². എളുപ്പമാണ്, ഒരു കൺഫ്യൂഷൻ പഠിക്കേണ്ട. V²ൻ്റെതാണ് L⁻⁻1ന്റെ ഹോൾ സ്ക്വയർ. ഈ സ്ക്വയർ രണ്ടിനും കോമൺ ആണ്. സോ L²T⁻². റെഡി? തേർഡ് വൺ റേഡിയസ് ആണ് അല്ലെ? നമ്മൾ റേഡിയസ് എന്തിലാ പറയാ? ലെങ്ത്തിലല്ലേ മക്കളെ പറയാ? 20 മീറ്റർ, 10 മീറ്റർ ലെങ്ത്തിലല്ലേ നമ്മൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ? L ആയിരിക്കും അല്ലെ? ഈസി അല്ലേ? അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ. എഫിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ആദ്യം മാസിന്റെ ഡയമെൻഷൻ ഇട്ട് വെക്കാം. അത് എന്താണ് മക്കളെ വരിക? M ആണ് വരിക. അങ്ങനെയാണെങ്കിൽ V²ന്റെ ഡയമെൻഷൻ എന്താണ് വരിക? L²T⁻² ആണ്. ഡിവൈഡഡ് ബൈ ആറിന്റെ ഡയമെൻഷനോ L ആണ് മക്കളെ വരിക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്? അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. ജസ്റ്റ് ഇനി മക്കളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. നമുക്കിതൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം കേട്ടോ. ന്യൂമറേറ്റർ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും മക്കളെ? mL²T⁻². ഈ L നേരെ മുകളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് L-നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ L-നെ കട്ട് ചെയ്തു, ഇതിനെ കട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആൻസർ എന്ത് വരും? mL⁻T⁻² എന്ന് വരും. ക്ലിയർ ആണോ മക്കൾക്ക്?
ഫോഴ്സിന്റെ നമുക്ക് ഓൾറെഡി അറിയുന്ന ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ മക്കൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാം. ഓൾറെഡി നമ്മൾ സ്കൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നെസോണിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നോട്ട്ബുക്കിൽ കാര്യങ്ങളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോയതാണ് ഫോഴ്സിന്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയും. സോ F is equal to ml T⁻²² ആണ് നമുക്കറിയാം. പക്ഷെ ക്വസ്റ്റ്യൻ ഇട്ട ആള് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് mv²/r എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോഴ്സിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അത് ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മാസിന് ഡയമെൻഷൻ എഴുതുക, വെലോസിറ്റിക്ക് ഡയമെൻഷൻ എഴുതുക, അതിന്റെ സ്ക്വയർ ആയിരിക്കണം മക്കൾ എഴുതേണ്ടത്, റേഡിയസിന് ഡയമെൻഷൻ എഴുതുക. അതുവഴി മക്കൾ എന്ത് കണ്ടുപിടിക്കുക? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷനിലേക്ക് എത്തുക. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. സെറ്റ് ആണല്ലോ? ക്ലിയർ? ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടിപൊളിയല്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല എങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ മക്കളെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാധാരണ രീതിയിൽ നമുക്ക് വളരെ കുറച്ച് മാർക്കാണ് ചോദിക്കാറുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. യെസ്. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അപ്പം ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ഡയമെൻഷൻ എന്താണ്? സിംപ്ലി നമുക്ക് എങ്ങനെ പറയാറു? ഇറ്റ് ഈസ് എ സിമ്പിൾ റെപ്രസെന്റേഷൻ ഇൻസ്റ്റെഡ് ഓഫ് നെയിംസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഇക്വേഷൻസ്. അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്തു വെക്കാം. ദ പവർ ടു വിച്ച്, മക്കൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ദ പവർ ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി are raised to represent that physical quantity. Clear? അതൊന്ന് മക്കൾ നോട്ട് ചെയ്താൽ വെച്ചാൽ മതി. വേറെ ഒന്നുമില്ല. സിംപ്ലി നമുക്ക് എങ്ങനെ പറയാൻ കഴിയൂടാ? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ബേസ് ക്വാണ്ടിറ്റിന്റെ സിമ്പിൾ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ഡയമെൻഷൻ എന്നൊക്കെ പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ മാസ്, ലെങ്ത്, ടൈം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ഇതിനൊക്കെ നമ്മൾ ഇക്വേഷനുകളിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെന്ന് നമുക്ക് പറയാലോ. ഇറ്റ് ഈസ് എ സിമ്പിൾ റെപ്രസെന്റേഷൻ ഇൻസ്റ്റെഡ് ഓഫ് നെയിംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ ദാറ്റ് ഇക്വേഷൻസ്. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു എഴുതി വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ച് കഴിഞ്ഞാലും മക്കൾക്ക് മാർക്കൊക്കെ കിട്ടും. ഓക്കെയാണ്. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഒരു ജസ്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലം മാത്രം പോലെ തിയറിയും പിടിക്കേണ്ടത് നമുക്ക്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് മാത്രമല്ല അല്ലെ ക്വസ്റ്റ്യനുള്ള, ആ ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ. റൈറ്റ് എനി യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഏതെങ്കിലും യൂസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എന്തിനാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്? മക്കൾക്ക് അറിയാം എന്തിനായിരിക്കും ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളല്ലേ യൂസ് ചെയ്തിരുന്നത്. ഒന്ന്, ഇക്വേഷൻ ഡയമെൻഷനലി റൈറ്റ് ആണോ അല്ലെങ്കിൽ ഡയമെൻഷനലി റോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരു റിലേഷൻ ജനറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി. ഡയമെൻഷനിൽ ഒരു പുതിയൊരു റിലേഷൻ ജനറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് മക്കളെ. ഒന്ന്, ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയമെൻഷനിൽ. രണ്ടാമത്തത്, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്. അങ്ങനെ രണ്ട് ആപ്ലിക്കേഷനുകളാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഡയമെൻഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. അത് തന്നെ മക്കൾ ഇവിടെ എഴുതിയാൽ മതി. അത് തന്നെയാണ് നമുക്ക് യൂസ് എന്ന് പറയുന്ന രീതിയിലും നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്താണ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് വൺ, റൈറ്റ് എനി യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ യൂസ് എഴുതിയാൽ മതി. ഓൾമോസ്റ്റ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ 2 മാർക്സിൽ 1 മാർക്ക് ഫസ്റ്റ് ക്വസ്റ്റിനും 1 മാർക്ക് സെക്കൻഡ് ക്വസ്റ്റിനും ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് ആപ്ലിക്കേഷൻസും അതിന്റെ ഡെഫിനിഷനും എഴുതി വെച്ചാൽ തന്നെ 2 മാർക്ക് മക്കളുടെ ആൻസർ പേപ്പറിൽ ഇരിക്കും. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കള് എന്റെ കൂടെ തേർഡ് ക്വസ്റ്റിലേക്ക് ഒന്ന് വന്നേ. തേർഡ് ക്വസ്റ്റ്യൻ ആടാ, അടിപൊളി ക്വസ്റ്റ്യൻ ആടാ. യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻസ്. എന്താണ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻസ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻസ്. ചെക്ക് വെദർ ദ ഇക്വേഷൻ ഇസ് കറക്റ്റ്. T is equal to 2π√G/L. G/L മക്കളുടെ മിസ്ലീഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2π√L/G ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ ഇവന്മാർ തന്നിരിക്കുന്ന G/L ആണ്. നമ്മളെ തെറ്റിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ സെറ്റാക്കി പോട്ടോ. അതൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത കേസാണ്. അപ്പൊ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. മക്കൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചതാണ്. T is equal to 2π√L/G ടൈം പീരീഡ്. ഓക്കെ, ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. അതൊക്കെ വിട്ടെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? T is equal to 2π√G/L. അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യണം.
അതിന് മുൻപായിട്ട് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു റിലേഷൻ എഴുതുന്ന സമയത്ത് നമ്മളിപ്പം ഇങ്ങനെ ഒരു റിലേഷൻ എഴുതാണ് A = B. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LHSന്റെ ഡയമെൻഷനും RHSന്റെ ഡയമെൻഷനും എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ഹയറിലേക്ക് പോവാം. നമുക്ക് A = B + C. ഈ ഒരു കേസ് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബിയും സിയും ഓരോ ഇൻഡിവിജ്വൽ ടേംസ് ആയിട്ട് വേണം എടുക്കാൻ. ഓക്കെ ആണോ? അതല്ലാതെ ഈ രണ്ട് ടേംസും കൂടി ചേർത്തിട്ടല്ല നമ്മൾ RHSന്റെ ഡയമെൻഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ടും ബി ആണെങ്കിലും സി ആണെങ്കിലും ഇൻഡിവിജ്വൽ ടേംസ് ആണ് എടുക്കുന്നത്. സോ നമ്മൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ തന്നിരിക്കുന്ന A = B + C എന്ന് പറയുന്ന ഇക്വേഷൻ ഡയമെൻഷനിലേ കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് A = RHSലുള്ള രണ്ട് ടേംസ് ഉണ്ട് നമുക്ക്, അവിടുത്തെ ബിന്റെ ഡയമെൻഷനും സിന്റെ ഡയമെൻഷനും. ഇത് ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്താണ്? ഒബേ ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി ടേംസ് ഇൻ ആൻ ഇക്വേഷൻസ് ഓഫ് ഡയമെൻഷൻസ് ആർ കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം മക്കളെ? കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻ പ്രകാരം അത് റൈറ്റ് ആണെന്ന് പറയാൻ കഴിയുള്ളൂ. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരാം കേട്ടോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ലല്ലോ മക്കളെ. ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കള്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞ T = 2π√G/L ആണ് അല്ലെ. 2π√G/L ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷനിൽ ടൈം T = ഞാൻ ഒന്നും കൂടി ഒന്ന് വലുതാക്കി എഴുതരാം കേട്ടോ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിസിബിൾ ആയിരിക്കും. G/L ആണ്. റെഡി? ഇവിടെ ടൈം പീരീഡ് അല്ലേ നമ്മൾ LHSൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്താണ് മക്കളെ? ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണോ? T ആണല്ലേ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ 2π പ്യുവർ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3 അല്ലെങ്കിൽ π അതുപോലെയുള്ള നമ്പേഴ്സിനൊന്നും ഡയമെൻഷൻ ഇല്ല. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് GL? അതിന്റെയൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ എത്ര ആയിരിക്കും മക്കളെ? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ജിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലെ. ആക്സിലറേഷൻ ആണ്, എന്ത് കാരണം കൊണ്ട് തന്നെ ആയാലും ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? L(T⁻²) ആയിരിക്കും. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചതാണ് അല്ലെ. ഡിവൈഡഡ് ബൈ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ മക്കളെ? L അല്ലേ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിയോ, ഈ എല്ലും ഈ എല്ലും എന്ത് ചെയ്തു മക്കളെ? ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആൻസർ എന്ത് വരൂടാ? T⁻² അല്ലെ. കൺഫ്യൂഷൻസ് ഇല്ലേ? നമ്മൾ പിടിക്കാൻ പോവാണ്. ഈ റൂട്ടിനെ നമുക്ക് വേറൊരു മെത്തേഡിലും കൂടി എഴുതാൻ കഴിയും. ഞാൻ LHSലെ ഡയമെൻഷൻ എഴുതി വെച്ചു. RHSലെ ഈ T⁻² ഞാനൊന്ന് മാറ്റി എഴുതാണ് കേട്ടോ. ഇതിനെ T⁻² × 1/2 റൂട്ടിനെ നമുക്ക് ഈ ഒരു ഫോമിലേക്കും കൂടി എഴുതാം. മീൻസ് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, റൂട്ട് A = A⁻² എന്ന് എഴുതുന്ന പോലെ കേട്ടോ. A⁻² പുറത്തു പോയി അല്ലേ. റൂട്ട് A = A⁻² എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അതേപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ റൂട്ട് T⁻² എന്നുള്ളതിനെ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് T⁻² × 1/2 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കട്ട് ചെയ്യാൻ പറ്റും മക്കളെ? ഈ -2 2 കട്ട് ചെയ്യാലോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് വരിക? നമുക്ക് ആൻസറിൽ എന്ത് വരും മക്കളെ? T⁻−1 വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണോ? LHSൽ നമുക്ക് ഡയമെൻഷൻ ഓഫ് T ആണ്. RHSൽ നമുക്ക് എന്തായിരുന്നു? T⁻−1 ആണ്. അപ്പോൾ ഇത് T ആണ്, ഇത് T⁻−1 ആണ്. അങ്ങനെ ആയതുകൊണ്ട് ഇത് എന്തല്ല? ഡയമെൻഷനലി കറക്റ്റ് അല്ല. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ മക്കളെ. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കാം. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വന്നു, ഇങ്ങനെ നമുക്ക് വന്നു. ഓക്കെ, നമുക്ക് ആ ഇക്വേഷനിലേക്ക് വരാം കേട്ടോ. T = 2π√L/G ആയിരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ്. T = 2π√L/G ആയിരുന്നെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ ആവും. നമ്മൾ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൂട്ട് G/L ആയിരുന്നു അല്ലെ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാൻ മതി. L/G ആണെങ്കിൽ ഓക്കെ ആവുമായിരുന്നു. നോക്കാം നമുക്ക് കേട്ടോ. ഇവിടെ ടൈം പീരീഡ് LHSൽ നമ്മൾ തൊട്ട് മുൻപ് എഴുതിയ പോലെ തന്നെ T വരൂടാ. 2πക്ക് നമുക്ക് എന്തില്ല? ഡയമെൻഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ L/Gക്ക് L ലെങ്ത് ആണ്. സോ നമുക്ക് എന്ത് വരും മക്കളെ? അവിടെ എന്താണ് വരിക? ലെങ്ത് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? L കൊടുക്കാലോ. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. അതിന് എന്ത് കൊടുക്കാം മക്കളെ? L(T⁻²) അല്ലേ. അടിപൊളിയല്ലേ? ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ.
അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും മക്കളെ? എല്ലും ക്യാൻസൽ ആയി അല്ലെ? യെസ്. ഇനി ഈ t⁻² എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഇതെന്തായി മക്കളെ? t⁻² ഉള്ളത് t⁻+2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ മക്കൾ നോക്കിക്കോ, ഈ റൂട്ട് മാറണം അല്ലെ എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം വേറെ ഒന്നുമില്ല, t² ഇൻറ്റു റൂട്ട് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ⁻1/2 കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ മക്കൾ നോക്ക്, t = ഈ സ്ക്വയറും ഈ 2ഉം കൂടി കട്ട് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ മുകളിൽ എന്ത് വരും മക്കളെ? t മാത്രമല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ തന്നിരിക്കുന്നത്, നമ്മൾ പറ്റിക്കപ്പെടത്തൊന്നുമില്ല, നമ്മൾ അടിപൊളിയായി ചെയ്യുന്നല്ലേ. അപ്പൊ t = 2π√L/g ആയിരുന്നെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. അതല്ല, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? t = 2π√g/L ആണ്. അതുകൊണ്ട് ഇതെന്തല്ല? ഡയമെൻഷനലി കറക്റ്റ് അല്ല. ക്ലിയർ? ഡയമെൻഷനലി കറക്റ്റ് അല്ല. കാര്യം ടൈം പീരീഡിന് ടി ആണ്. നമുക്ക് കിട്ടിയ RHSലെ വാല്യൂ t⁻⁻1 ആണ്, അല്ലെങ്കിൽ അത് 1/t നമുക്ക് എഴുതാൻ പറ്റും. സോ രണ്ട് സ്ഥലത്തെയും ഡയമെൻഷൻ എന്തല്ല? ഈക്വൽ അല്ല. സോ ഇത് ഡയമെൻഷനലി എന്താണ്? തെറ്റാണ്. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം മക്കളെ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ എ ടൈം t is given by s is equal to at² plus bt. Find the dimensions of a and b. നമ്മൾ ഇക്വേഷൻസ് മക്കൾ നോക്കിക്കേ. s is equal to at² plus bt ആണ് അല്ലെ? s is equal to at² plus bt ആണ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നല്ലൊരു അടിപൊളി ഇക്വേഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. s is equal to at² plus bt. അവിടെ s എന്ന് പറയുന്നത് LHSലുള്ള ഈ ടേം പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. RHSലുള്ള t എന്ന് പറയുന്നത് ടൈം ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ടൈമിനെ പറ്റി പറയുന്നു, ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ഇൻ എ ടൈം t is given by, ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ s is equal to എന്തായിരിക്കും മക്കളെ? at² plus bt ആയിരിക്കും. അതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ല നമുക്ക്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് a and b. എന്റെയും ബിന്റെയും ഡയമെൻഷൻസ് മക്കളെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല? എന്റെയും ബിന്റെയും ഡയമെൻഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്, നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്. s is equal to at² plus bt എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? ഓക്കെ ആണ്, നമ്മൾ പക്കയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിലെ ഈച്ച് ആൻഡ് എവറി ടേമിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? സെയിം ആവണ്ടേ? സെറ്റ്. അതാണ് അതിന്റെ കീ പോയിന്റ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഇക്വേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ LHSലുള്ള എസിന്റെ ഡയമെൻഷനും RHSലുള്ള at² ഡയമെൻഷനും RHSലുള്ള സെക്കൻഡ് ടേം ആയിട്ടുള്ള BTന്റെ ഡയമെൻഷനും ഒക്കെ എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആവണം. ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ മതിടാ, വേറെ ഒന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ മക്കൾക്ക് അറിയാം. എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ? ലെങ്ത് ആയിരുന്നു അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ലെങ്ത്തിലല്ലേ പറയാറ്. സോ ഡയമെൻഷൻ എന്ത് വന്നു മക്കളെ? ലെങ്ത്തിൽ വന്നു അല്ലെ? ഇനി at² മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലിസൺ, ഇനി മക്കൾ എന്റെ കൂടെ നിന്ന് നിൽക്കണേ, എന്റെ കൂടെ നിന്ന് തരണം, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ at², വാട്ട് യു മീൻ ബൈ at²? അവിടെ t എന്ന് പറഞ്ഞ ടൈം ആണ്, നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ തീർച്ചയായിട്ടും എത്രയായിരിക്കും മക്കളെ? t² ആയിരിക്കും. കൺഫ്യൂഷൻസ് ഇല്ലേ? ന്റെ ഡയമെൻഷൻ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? t² ആയിരിക്കും. ഇനി മക്കൾ നോക്കിക്കോ, ഇനി a എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ഡയമെൻഷൻ എനിക്ക് ഇവിടെ എഴുതണം. a എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ഡയമെൻഷൻ എനിക്ക് എന്ത് ചെയ്യണം മക്കളെ? എനിക്ക് ഇവിടെ എഴുതണം. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഒന്ന് സ്പേസ് ആക്കാണ് കേട്ടോ. അതൊന്ന് ലെങ്ത് എഴുതി. ഓക്കെ, a എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ഡയമെൻഷൻ ഞാൻ ഇവിടെ എഴുതും. എനിക്ക് t² ഡയമെൻഷൻ എനിക്ക് എത്രയാണെന്ന് അറിയാം? t² ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്റെ എന്റെ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ എന്താവണം? ഈക്വൽ ആണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ക്ലിയർ? ഇതിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് ടേം t² ഡയമെൻഷൻ എനിക്ക് t² ആണ്, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി a എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ഡയമെൻഷൻ ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട ആൻസർ എന്തായിരിക്കണം? എനിക്ക് കിട്ടേണ്ട ആൻസർ ഇവിടെ എന്ത് മാത്രമേ പാടുള്ളൂ? ഡയമെൻഷൻ L മാത്രമേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ t² ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആര് വരണം? ഒരു t⁻² വരണം. അതിന്റെ കൂടെ ആര് വരണം? ഒരു L വരണം. ഒരു കൺഫ്യൂഷനും ഇല്ല. ക്ലിയർ? പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഫസ്റ്റ് ടേം, അതായത് ഡയമെൻഷൻ ഓഫ് ഫസ്റ്റ് ടേം, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷനും at² എന്ന് പറയുന്ന സെക്കൻഡ് ടേമിന്റെ ഡയമെൻഷനും
തേർഡ് ടേം ആയിട്ടുള്ള ബിടിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ് ഫസ്റ്റ് ടേമിന്റെ ഡയമെൻഷൻ നമുക്കറിയാം L ആണ്, നമുക്ക് ഓക്കെ ആണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. സെക്കൻഡ് ടേമിന്റെ ഡയമെൻഷൻ എത്ര തന്നെ വരണം? L വരണം. തേർഡ് ടേമിന്റെ ഡയമെൻഷൻ എത്ര തന്നെ വരണം? L വരണം. അങ്ങനെയാണ് മക്കൾ നോക്കിയേ, ഇവിടെ സെക്കൻഡ് ടേമിൽ ആരാ ഉള്ളത്? സെക്കൻഡ് ടേമിൽ ഇവിടെ ആരാ ഉള്ളത്? AT² ആണ് അല്ലെ. AT² ടി എന്ന് പറയുന്ന ടൈം ആണ്. സോ എനിക്ക് ഇതറിയാം, T² എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും മക്കളെ? എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ തീർച്ചയായിട്ടും എന്ത് വരണം? അവിടെ ഒരു L നിൽക്കുകയും വേണം, അതിന്റെ കൂടെ T² ക്യാൻസൽ ആയി പോകും വേണ്ടേ? അങ്ങനെ T² ക്യാൻസൽ ആയി പോകണമെങ്കിൽ ഇവിടെ T⁻² വരണം. അങ്ങനെ ആവുമ്പോഴേ ഈ T⁻² T² നമ്മൾ ക്യാൻസൽ ആവുള്ളൂ. ഒരു L അവിടെ പെൻഡിങ്ങിൽ വരണം. കാര്യം L നമുക്ക് ഫൈനൽ ആൻസറിൽ വരേണ്ടതല്ലേ. സോ നമ്മൾ എന്ത് വരൂടാ? LT⁻². എ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും മക്കളെ? എന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? LT⁻². സെറ്റ് ആണോ? പുറത്തു പോയി അല്ലെ. എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? LT⁻² ആയിരിക്കും. കൺഫ്യൂഷൻസ് ഇല്ല, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ BT മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. BT സെയിം കാര്യം തന്നെ, വേറെ ഒന്നിലേക്ക് മക്കൾ പോണ്ട. ഇവിടെ ഞാൻ തൊട്ട് മുൻപ് എഴുതിയതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ചു. ടൈമിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് T ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ബിന്റെ ഡയമെൻഷൻ ഇവിടെ എന്ത് വരും? ഇവിടെ ബിന്റെ ഡയമെൻഷൻ എന്ത് വരും? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബിന്റെ ഡയമെൻഷൻ എന്ത് വരണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നേരത്തെ തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബിന്റെ ഡയമെൻഷൻ അവിടെ വരുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കണം? ആ T അവിടുന്ന് ക്യാൻസൽ ആയി പോകണം. കാര്യം എന്താ? T എന്തിനാ ക്യാൻസൽ ആയി പോകുന്നത്? നമുക്ക് ഫൈനൽ ആൻസറിൽ നമുക്ക് എല്ലാ ഡയമെൻഷൻസും എന്തായിരിക്കണം? ഈക്വൽ ആയി വരണം. അങ്ങനെയാണെങ്കിൽ T അവിടെ പാടുണ്ടോ? ഇല്ല. ലിസൺ, ഇവിടെ T ക്യാൻസൽ ആയി പോകണം. T ക്യാൻസൽ ആയി പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആര് വരണം? T⁻1 വരണം. അങ്ങനെ ആ T⁻1ഉം T എന്തായി പോകും മക്കളെ? ക്യാൻസൽ ആയി പോകും. അതിന്റെ കൂടെ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് ആരാ വരണ്ടേ? L അല്ലേ വരണ്ടേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? L കൊടുത്തു. ക്ലിയർ ആണോ? അങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എന്ത് വരൂടാ? LT⁻1 ഇൻറ്റു T. ഈ T⁻1ഉം Tയും ക്യാൻസൽ ആവും. നമുക്ക് ഫൈനൽ ആൻസറിൽ ആര് മാത്രമേ വരുള്ളൂ മക്കളെ? L മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ? LT⁻1 ആയിരിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? ഓക്കെ, എന്റെ LT⁻2 ആണ്, ബിന്റേത് LT⁻1 ആണ്. സെറ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ 5th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നോക്കിയേ, വാട്ട് ആർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓഫ് ദി ഫോളോയിങ്. സാധാരണ രീതിയിൽ നമുക്ക് ഇങ്ങനെ നമ്പേഴ്സ് തരും. നമ്പേഴ്സ് തരുന്നുണ്ട്, നമ്മൾ എടുത്ത് പറയും ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും കേട്ടോ. അങ്ങനെയുള്ളൂ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. ഇവിടെ നിങ്ങളെടുത്ത് ക്വസ്റ്റ്യനുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വാട്ട് ആർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എന്താണ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്? എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ചുമ്മാ വേറെ ഒന്നുമില്ല മക്കളെ. ദോസ് ഡിജിറ്റ്സ് ഇൻ എ നമ്പർ ദാറ്റ് ആർ മീനിങ് ഇൻ ടേംസ് ഓഫ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുത്താൽ മതി മക്കള്. ദോസ് ഡിജിറ്റ്സ് ഇൻ എ നമ്പർ ദാറ്റ് ആർ മീനിങ് ഇൻ എ precision and accuracy, in terms of precision and accuracy. ആ ഒരു ഡെഫിനിഷൻ മാത്രം മക്കൾ എന്ത് കൊടുത്താൽ മതി? സിഗ്നിഫിക്കന്റ് ഫിഗറിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് അതിന് മുൻപായിട്ട് മകൾക്ക് പറയാനുള്ള ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം? നമുക്ക് ചിലപ്പോൾ റൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു 4-5 റൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന അങ്ങനെ ഒന്നുമല്ല. സ്മാർട്ടായിട്ട് ഏറ്റവും ബെറ്റർ വേയിൽ നമ്മളത് കണ്ടുപിടിക്കും. നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണ് അല്ലെ ഉണ്ടാവാറ്. ഒന്ന് ഡെസിമൽ നമ്പേഴ്സും ഉണ്ടാവാറുണ്ട്, ഒന്ന് നോൺ ഡെസിമൽ നമ്പേഴ്സും ഉണ്ടാവാറുണ്ട്. നോൺ ഡെസിമൽ നമ്പേഴ്സും ഉണ്ടാവാറുണ്ട്, ഡെസിമൽ നമ്പേഴ്സും ഉണ്ടാവാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നോൺ ഡെസിമൽ നമ്പേഴ്സ് വരുന്ന സമയത്ത്? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു നമ്പർ വന്നു, 2650500. ഇങ്ങനെ നമ്പർ വന്നു കഴിഞ്ഞാൽ ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിലെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ അങ്ങോട്ട് പിടിക്കും. ക്ലിയർ ആണോ? ഫസ്റ്റ് നോൺ സീറോ നമ്പർ എടുക്കും ആൻഡ് ആ നമ്പേഴ്സിലുള്ള ലാസ്റ്റ് നോൺ സീറോ നമ്പർ നമ്മൾ അങ്ങ് പിക്ക് ചെയ്യും. അങ്ങനെയാണ് മക്കൾ നോക്കിയോ, ഫസ്റ്റ് നോൺ സീറോ നമ്പർ 2 ആണ്, ലാസ്റ്റ് നോൺ സീറോ നമ്പർ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും ടോട്ടൽ നമ്പേഴ്സ് മക്കളെ? 1 2 3 4 5. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. ഇപ്പൊ 0026050 അല്ലെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു നോൺ ഡെസിമൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ പിടിച്ചേ, ഫസ്റ്റ് നോൺ സീറോ നമ്പർ 2 ആണ്. ആൻഡ് ലാസ്റ്റ് നോൺ സീറോ നമ്പർ പിടിച്ചേ, ലാസ്റ്റ് നോൺ സീറോ നമ്പർ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് എത്രയാ മക്കളെ? 4 നമ്പേഴ്സ് അല്ലേ? 4 അല്ലേ നമ്മളെ സിഗ്നിഫിക്കന്റ് ഫിഗർ വരിക? ഓക്കെ ആണ് അല്ലെ? അപ്പൊ കാര്യം വേറെ ഒന്നുമില്ല.
നോൺ ഡെസിമൽ നമ്പേഴ്സ് വരികയാണെങ്കിൽ മക്കൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് നോൺ സീറോ നമ്പർ എടുക്കുക, ലാസ്റ്റ് നോൺ സീറോ നമ്പർ എടുക്കുക, അതിലെ ടോട്ടൽ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. അതാണ് നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ ആണോ? സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിലോ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാം മക്കളെ? ഡെസിമൽ നമ്പേഴ്സ് വരും അല്ലെ? ഡെസിമൽ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം, അടിപൊളിയായി നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു നമ്പർ ആണെന്ന് ചോദിച്ചോ, 20.0230 ഇങ്ങനെ ഒരു നമ്പർ അല്ലെ? ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെ എടുത്തിരുന്നത്? നോൺ ഡെസിമൽ നമ്പേഴ്സിൽ എങ്ങനെ എടുത്തിരുന്നത്? ഫസ്റ്റ് നോൺ സീറോ നമ്പറും ലാസ്റ്റ് നോൺ സീറോ നമ്പറും. ഇവിടെ ഒരൊറ്റ കണ്ടീഷനെ മാറ്റുള്ളൂ മക്കളെ. ഫസ്റ്റ് നോൺ സീറോ നമ്പറിനെ നമ്മൾ പിക്ക് ചെയ്യുന്നു, പക്ഷെ ലാസ്റ്റ് നോൺ സീറോയിലേക്ക് നമ്മൾ പോകണ്ട. ഫസ്റ്റ് നോൺ സീറോ നമ്പർ ടു അപ് ടു എൻഡ് വരെ, ആ എൻഡ് വരെ ഉള്ള നമ്പേഴ്സ് നമുക്ക് ടോട്ടൽ ആയിട്ട് കൗണ്ട് ചെയ്യാം. അതാണ് അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ. എക്സാമ്പിൾ ആയിട്ട് മക്കൾ നോക്കിക്കോ. ഫസ്റ്റ് നോൺ സീറോ നമ്പർ 2 അല്ലെ? ലാസ്റ്റ് നമ്പർ എത്രയാണ്? എത്ര ആയിക്കോട്ടെ, ഇത് 0 ആണ് ലാസ്റ്റിലേക്ക് വരുന്നത്. 1 2 3 4 5 6. ഓക്കെ ആണോ? ആകെ ടോട്ടൽ 6 നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? ഇനി ഇതേപോലെ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ഒന്ന് പറയാടാം. ഒരു എക്സാമ്പിൾ മക്കൾ ഒന്നും നോക്കിക്കേ, ആ എക്സാമ്പിളും കൂടി നോക്കിക്കോ. നമുക്ക് നമ്പർ ഇങ്ങനെയാണ് വരുന്നത്, 0.00230. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ. ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഏതാണ്? 2 ആണ്. ലാസ്റ്റ് നോൺ സീറോ നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, അപ് ടു എൻഡ് വരെ എണ്ണ. അപ് ടു എൻഡ് വരെ എണ്ണി കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? ഫസ്റ്റ് നോൺ സീറോ നമ്പർ 2 ലാസ്റ്റ് എൻഡ് വരെ. അങ്ങനെയാണെങ്കിൽ 1 2 3. അങ്ങനെയാണ് ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ് മക്കളെ? വെറും 3 ആണ്. യാതൊരുവിധ കൺഫ്യൂഷനും അടിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഡെസിമൽ ഉള്ള നമ്പറിന്റെയും നോൺ ഡെസിമൽ നമ്പേഴ്സിന്റെയും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഞാൻ. വേറെ ഒന്നുമില്ല, ഈസിയാണ്. ഡെസിമൽ നമ്പർ ആണെങ്കിൽ നോൺ ഡെസിമൽ നമ്പേഴ്സിലാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു നമ്പർ വന്നു, 20 × 10⁵. ഈ 10⁵ അല്ലെ, ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പലപ്പോഴും വരാറുണ്ട്, 10⁵, 10⁵, അങ്ങനെയൊക്കെ വരാറുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കിയേക്കുക. നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ചിലപ്പോൾ നമ്മളൊക്കെ പറയാറില്ലേ, ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യേയില്ല. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്പറിനെ ഒഴിവാക്കിയേക്കുക. 10⁵ നമ്മൾ ഒഴിവാക്കി. പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ മക്കളെ? 20 ആണല്ലേ ഉള്ളത്. 20 ഒരു നോൺ ഡെസിമൽ ആണോ ഡെസിമൽ നമ്പർ ആണോ? മക്കൾക്ക് അറിയാം, അതൊരു നോൺ ഡെസിമൽ നമ്പർ ആണ്. സോ ഫസ്റ്റ് നോൺ സീറോ നമ്പർ, ലാസ്റ്റ് നോൺ സീറോ നമ്പർ രണ്ടും ഒരാൾ തന്നെയാണ്. സോ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. മക്കൾ ഒന്ന് എന്റെ കൂടെ ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് വന്നേ, അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു പോടാ. നിങ്ങൾക്ക് ഈ വാല്യൂസ് ഒക്കെ കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ ഫൈൻ. ഒന്ന് ഞാൻ വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ നോക്കിയോ മക്കള്, 0.007 ആയിരുന്നു അല്ലെ? ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് മക്കളൊന്ന് പറഞ്ഞേ എനിക്ക്. ഇതൊരു ഡെസിമൽ നമ്പർ ആണോ നോൺ ഡെസിമൽ നമ്പർ ആണോ? നമുക്ക് ഈ കാര്യം അറിയാം, ഇതൊരു ഡെസിമൽ നമ്പർ ആണ് അല്ലെ? ഡെസിമൽ നമ്പർ ആണെങ്കിൽ അതിനൊറ്റ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മക്കളെ റൂള്? ഫസ്റ്റ് നോൺ സീറോ നമ്പർ പിടിക്കും. ഫസ്റ്റ് നോൺ സീറോ നമ്പർ പിടിച്ചോ മക്കള്, ആൻഡ് അപ് ടു എൻഡ് വരെ എണ്ണേക്കാം. അതിനൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണോ വരിക? 1 ആണ്. ഡൺ. ഇനി സെക്കൻഡിലേക്ക് മക്കൾ വന്നേ, 2.64 × 10⁻²2.64 × 10⁻24 ആണ് അല്ലെ? ഇത് നമുക്ക് ഒഴിവാക്കിയേക്കാം. അവനെ കാണുമ്പോഴേ അങ്ങോട്ട് തള്ളിക്കളഞ്ഞേക്കും. നമുക്ക് ആവശ്യമേ ഇല്ല, നമ്മൾ അവനെ നോക്കുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ എത്രയാ നമ്പർ ഉള്ളത്? 2.64 ആണ്. 2.64 എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ നമ്പർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ 2 ആണ്. ലാസ്റ്റ് അപ് ടു എൻഡ് വരെ എണ്ണി കഴിഞ്ഞാൽ 4 ആണ് അല്ലെ വരിക. അതിന്റെ ഇടയിലുള്ള ടേംസ് എത്രയായിരിക്കും? 3 ആണ്. ഓക്കെ ആണോ? ആൻഡ് തേർഡ് വൺ കേട്ടോ. തേർഡ് വൺ നമ്മൾ പറഞ്ഞ പോലെ 0.2370 ആണ്. 0.2370 ആണ്. അത് ഡെസിമൽ നമ്പർ ആണ്. അങ്ങനെയാണ് ഫസ്റ്റ് നോൺ സീറോ അപ് ടു എൻഡ് വരെ. ഇതിൽ എത്ര വരൂടാ? 4 വരൂടെ. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോ, 6.320 അല്ലെ? 6.320 എന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് തന്നെയാണ്. ഡെസിമൽ നമ്പറിൽ തന്നെയാണ് കളി വരുന്നത്. യാതൊന്നും പ്രശ്നമാക്കണ്ട. ഡെസിമൽ നമ്പർ ആണെങ്കിൽ മക്കൾ ആ റൂൾ മാത്രം ഓർത്താൽ മതി. ഇതിലെ ഫസ്റ്റ് നോൺ സീറോ 6 ആണ്. ലാസ്റ്റ് അപ് ടു ലാസ്റ്റ് വരെ എണ്ണാണെങ്കിൽ നമുക്ക് 4 നമ്പേഴ്സ് കിട്ടും അല്ലെ? അങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയായിരിക്കും മക്കളെ? 4 ആയിരിക്കും. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തില്ലേ? നമ്മൾ ഇതിന്റെ കൂടെ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പറയും. നെറ്റ് എഫക്റ്റ് മക്കൾക്ക് അപ്പോൾ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ തന്നെ അതിനെ ഡബിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള അറ്റൻഡ് ചെയ്തൊരു ഫീലിംഗ് മക്കൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ ലെവൽ തന്നെ മക്കളൊന്ന് കൂടെ നിന്ന് തന്നാൽ മതി. അടിപൊളിയാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ നമുക്ക് നോക്കാം. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിയേ. ഇത് മക്കൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണേ നിങ്ങൾ.
എളുപ്പമാണ്, വേറെ ഈ ഒരു കൺഫ്യൂഷനിലേക്ക് മക്കൾ പോകണ്ട. ഞാൻ ഇത് ചെയ്യോ ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിൽക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ മക്കൾ ചെയ്യാൻ അല്ലെങ്കിൽ മക്കളുടെ മൈൻഡിലേക്ക് ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, തൊട്ട് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, S is equal to AT square plus BT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. എൻ്റെയും ബിന്റെയും ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അതേപോലെ നമ്മൾ ഇവിടെ ഇതിന്റെയും കണ്ടുപിടിക്കും, നമ്മൾ അടിപൊളിയായിട്ട് കണ്ടുപിടിക്കും. പക്ഷെ മക്കളായിരിക്കണം ഇത് ആദ്യം കണ്ടുപിടിക്കേണ്ട, എന്നെക്കാളും മുൻപേ. റെഡി? അങ്ങനെയാണ് മക്കൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The correctness of an equation is checked using the principle of homogeneity. Ready? Equation ഓക്കെയാണ്. For an equation x is equal to a plus bt square plus ct square. Equation മക്കൾ നോക്കിക്കോ, x is equal to a plus bt plus ct square. x എന്ന് പറയുന്നത് മീറ്ററിലാണ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റോ കാര്യങ്ങളോ ആയിരിക്കും. x is in meter and t is in second. സെയിം ക്വസ്റ്റ്യൻ, നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് മക്കളെ, ഇക്വേഷൻ ഇതാണ്, x is equal to a plus bt plus ct square. ക്ലിയർ? ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിന്റെ ഡയമെൻഷൻ എന്താണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പ്രകാരം ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ മക്കളുടെ മൈൻഡിലേക്ക് വരേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്, ഇതിലെ ഈച്ച് ആൻഡ് എവറി ടൈമിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ? ഡയമെൻഷനിലേക്ക് ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ഡയമെൻഷനിൽ ഈക്വൽ അല്ലേ, സെറ്റ് അല്ലേ? ആ ഒരു ഐഡിയ മക്കളുടെ മൈൻഡിലേക്ക് വന്നാൽ വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട മക്കളെ. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മക്കളുടെ മൈൻഡിൽ സെറ്റ് ആണ്, ഉറപ്പാണ്. ഇനി ഒന്നിലേക്കും പോകണ്ട മക്കൾ, എന്റെ കൂടെ നിന്നാൽ മതി. എന്റെ കൂടെ അല്ല, എന്നേക്കാൾ മുമ്പിൽ പോകണ്ട. നമ്മൾ സ്പീഡായിട്ട് മക്കൾ ചെയ്തു പോവാ, ഞാൻ എന്റെ പിറകിൽ വന്നോളാം, എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളെ കൂടെ നടക്കണമെന്നൊന്നുമില്ല, നിങ്ങളെ പിറകിൽ നിന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ മക്കൾ നോക്കിക്കോ, x is equal to a plus bt plus ct square അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എക്സിന്റെ ഡയമെൻഷനും ഡയമെൻഷൻ ഓഫ് എയും ഡയമെൻഷൻ ഓഫ് ബിടിയും ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയറിന്റെയും എന്താണ് മക്കളെ? ഈക്വൽ ആയിരിക്കും അല്ലെ. സി ഇവിടെ എക്സിന്റെ ഡയമെൻഷൻ മീറ്ററിലാണ്, അങ്ങനെയാണ് തീർച്ചയായിട്ടും എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡയമെൻഷൻ ഓഫ് ബി കണ്ടുപിടിക്കാനല്ലേ. മക്കൾ നോക്കിക്കേ, നിങ്ങൾ ഡയമെൻഷൻ ഓഫ് ബി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു മക്കളെ? എക്സിന്റെ ഡയമെൻഷൻ എൽ ആയിരുന്നു അല്ലെ, മീറ്റർ ലെങ്ത്തിലാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഡയമെൻഷൻ എത്ര തന്നെയായിരിക്കും? എൽ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ടേമിന്റെ ഡയമെൻഷനും എത്ര തന്നെയായിരിക്കും? എൽ ആയിരിക്കും. ഈ ടേമിന്റെ ഡയമെൻഷനും എത്ര തന്നെയായിരിക്കും മക്കളെ? എൽ ആയിരിക്കും. യാതൊരു കൺഫ്യൂഷനും ഇല്ല. റെഡിയാണേ? അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് പറ, നമുക്ക് ഈ ടേം മാത്രം, അതായത് നമുക്ക് ആവശ്യമുള്ള ഈ ടേം മാത്രം, ഞാൻ കളർ ഒന്ന് മാറ്റി തരാം കേട്ടോ, കളർ കുറച്ചുകൂടി റെഡ് ആക്കി മാറ്റാം നമുക്ക്. ഈ ടേമിന്റെ ബി ടിന്റെ ഡയമെൻഷൻ എന്താണ് മക്കളെ? നമ്മളെ ഫൈനൽ ആൻസറിൽ ബി ടിന്റെ ഡയമെൻഷൻ എത്ര വരണം? എൽ വരണം. സെറ്റ് ആണേ? എൽ വരണം, യാതൊരു കൺഫ്യൂഷൻ ഇല്ല, കാരണം എൽ ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബി ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഡയമെൻഷൻ എന്തായിരിക്കും വരിക? ടിന്റെ ഡയമെൻഷൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്സ് ഇൻ മീറ്റർ, ടി ഇൻ സെക്കൻഡ്, ടൈമിലാണ് അല്ലെ. അപ്പൊ ടിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ ഇവിടെ വരിക? ടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിക്ക് ഏത് ഡയമെൻഷൻ വന്നാലാണ് നമുക്ക് ആൻസറിൽ എൽ വരിക? കാരണം ടി ക്യാൻസൽ ആയി പോവുകയും വേണം, എല്ലാം അവിടേക്ക് വരികയും വേണം. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്തായിരിക്കണം? എൽ ടി റേസ് ടു മൈനസ് വൺ ആയ പോലെ ടി റേസ് ടു മൈനസ് വണ്ണും ടി റേസ് ടു മൈനസ് വണ്ണും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി എൽ മാത്രം വരും അല്ലെ. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ ചെയ്ത പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഒരുപാട് സമയം എടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നേ. മക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ എന്റെ പ്രതീക്ഷ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മകൾ ഈ സിന്റെ സി അത് ക്വസ്റ്റ്യനിൽ ഇല്ല. സിന്റെ ഡയമെൻഷൻ ഒന്നും മക്കൾ എനിക്കൊന്ന് പറഞ്ഞുതരാവോ? നിങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാമല്ലോ, ഒരു കൺഫ്യൂഷനും വേണ്ടല്ലോ. സിന്റെ ഡയമെൻഷൻ മക്കൾ ഒന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യമുള്ളത് ക്വസ്റ്റ്യനിൽ ആര് മാത്രമാണ്? ബിന്റെ ഡയമെൻഷൻ മാത്രമാണ് കേട്ടോ. സിന്റെതും ഇതേ പാറ്റേണിൽ തന്നെ മക്കൾക്ക് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ മക്കൾ നോക്കിക്കോ, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്തായിരുന്നു? സിന്റെ ഡയമെൻഷൻ ആണ് അല്ലെ. ഇവിടെ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ തീർച്ചയായിട്ടും എത്ര വരൂടാ? ടി സ്ക്വയറിന് വരും. ടൈമിന്റെ സ്ക്വയർ ആണ്, സോ ഡയമെൻഷൻ ഇവിടെ ടി സ്ക്വയറിന് വന്നു. പക്ഷെ നമ്മളെ ഫൈനൽ ആൻസറിൽ ആര് വരണം? എൽ വരണം. അങ്ങനെയാണെങ്കിൽ ഈ ടി സ്ക്വയർ ക്യാൻസൽ ആയി പോവുകയും വേണം, അവിടെ ഒരു എൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും വേണം. നമ്മളുടെ സിക്ക് പകരം നമ്മൾ അവിടെ എന്ത് ഡയമെൻഷൻ വരും? സിക്ക് പകരമായിട്ടല്ലേ സിന്റെ ഫിസിക്കൽ, സി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? എൽ ടി റേസ് ടു മൈനസ് ടു ആയിരിക്കും. സോ നമ്മളിവിടെ ആൻസർ എന്ത് വരും? ടി റേസ് ടു മൈനസ് ടു, ടി റേസ് ടു ടു ക്യാൻസൽ ആവും. നമുക്കിവിടെ ഫൈനൽ ആൻസറിൽ ആര് വരും? എൽ വരും. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ ആണ്. സി എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ, ബി എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ ആണ്. സി എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് ടു ആണ്.
റെഡി ആണോ മക്കൾക്ക്? ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 6 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് അത്രയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് വീണ്ടും നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. റെഡി? നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ക്യാൻ ബി ചെക്ക് യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലേ? അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ, ഒരു ക്വസ്റ്റ്യൻ അല്ല. എ ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമ്മൾ ഓൾറെഡി എഴുതിയ കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല. ഒരു ഇക്വേഷനിലെ ആണെങ്കിലും ഈച്ച് ആൻഡ് എവറി ടേമിന്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയിൽ പറയുന്നത്. മറ്റൊന്ന് പറയുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിനായിരിക്കും മാർക്ക് വരുന്നത്. ഫസ്റ്റ് വണ്ണിന് 1 മാർക്കാണ് നമുക്ക് വരാറുള്ളത്, സെക്കൻഡ് വണ്ണിന് 2 മാർക്ക് കേട്ടോ. അങ്ങനെ ടോട്ടൽ ആയിട്ട് നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിയോ. യൂസിംഗ് ദിസ് പ്രിൻസിപ്പിൾ നമുക്ക് ചെക്ക് ചെയ്യണം ഒരു ഇക്വേഷൻസ് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യണം. ഇക്വേഷൻ ഇതാണ് മക്കളെ, ഹാഫ് എം വി സ്ക്വയർ അല്ലെ, കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ആണ് അല്ലെ, ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ എൽ എച്ച് എസ് ഉണ്ടാവും, അതേപോലെ ഒരു ആർ എച്ച് എസും ഉണ്ട്. നമുക്ക് ഇതിന്റെ ഡയമെൻഷൻസും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഈ ഇക്വേഷൻ നമുക്ക് പറയാം ഡയമെൻഷനലി എന്താണ് മക്കളെ കറക്റ്റ് ആണ്, യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. സെറ്റ്. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, നമ്മൾ എൽ എച്ച് എസിന്റെ ടേം എടുക്കാണ് കേട്ടോ. എൽ എച്ച് എസിൽ നമ്മൾ മാസ് ആണ്, അല്ലെങ്കിൽ വി വെലോസിറ്റി ആണ്, അല്ലെ വെലോസിറ്റി സ്ക്വയർ ആണ്. അപ്പൊ മാസിന്റെ ഡയമെൻഷൻസ് എടുത്തു, അത് എം ആണ് നമുക്ക് കിട്ടുന്നത്. വെലോസിറ്റിന്റെ ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിൽ എൽ ടി റേസ് ടു -1 ആണ്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്യുന്നു. സോ നമ്മൾ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. സോ നമുക്ക് നമ്മുടെ എൽ എച്ച് എസിൽ മക്കൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ എൽ എച്ച് എസിൽ നമ്മുടെ ടോട്ടൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം വി സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മാസിന്റെ ഡയമെൻഷനും എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈ ഡയമെൻഷനും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് എന്ത് വരും മക്കളെ, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 വന്നു എൽ എച്ച് എസിൽ അല്ലെ. അങ്ങനെയാണ് നമുക്ക് ആർ എച്ച് എസിലേക്ക് വരാം. എൽ എച്ച് എസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എച്ച് എസിലേക്ക് വരാം. ആർ എച്ച് എസിൽ മക്കൾ കാണാൻ കഴിയും എം ജി എച്ച് എൽ എ. അവിടെ മാസിന്റെ ഡയമെൻഷൻ എം ആയിരുന്നു അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എൽ ടി റേസ് ടു -2 ആണ്. എച്ചിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്തിലേക്ക് മാറും മക്കളെ? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 മാറിയില്ലേ? നിങ്ങൾ നോക്കിക്കേ, എൽ എച്ച് എസിന്റെയും ആർ എച്ച് എസിന്റെയും സെയിം ഡയമെൻഷൻ അല്ലേ, ഹാഫ് എം വി സ്ക്വയർ. അതായത് നമ്മൾ ഹാഫ് എന്നുള്ള വാല്യൂയുടെ ഡയമെൻഷൻസ് ഒന്നുമില്ല, കാരണം പ്യുവർ നമ്പേഴ്സ് 1 2 3 അല്ലെങ്കിൽ പൈ അതേപോലുള്ള നമ്പേഴ്സിന് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയമെൻഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. സോ എം വി സ്ക്വയറിന്റെ ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഞാൻ ഇവിടെ റെഡ് കളർ കൊണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. നമ്മൾ ആർ എച്ച് എസിലേക്ക് വരികയാണെങ്കിൽ എം ജി എച്ച് ആണ് ആവശ്യം ഉണ്ടാവുക. എം ജി എച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എം എൽ ടി റേസ് ടു -2 തന്നെ നമുക്ക് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 തന്നെ നമുക്ക് വരും. സോ എൽ എച്ച് എസും ആർ എച്ച് എസും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും വന്നോട് കൂടിയിട്ട് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? ഈ ഇക്വേഷൻ ഡയമെൻഷനലി എന്താണ്? കറക്റ്റ് ആണ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്, കാരണം ഈച്ച് ആൻഡ് എവറി ടേം ഇൻ ഇക്വേഷൻസ് ഈസ് ഈക്വൽ. ഡയമെൻഷനലി എന്താണ്? ഈക്വൽ ആണ്. സോ ഡയമെൻഷനലി ഇക്വേഷൻ കറക്റ്റ് ആണ്. റെഡി? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി cannot be added to temperature. നമുക്ക് അറിയാലേ, ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്കിപ്പോ സ്പീഡും മാസും ആഡ് ചെയ്യാൻ കഴിയും. മൾട്ടിപ്ലൈ ചെയ്യാനല്ല ഞാൻ ചോദിക്കുന്നത്, ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 2 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, അതിന്റെ കൂടെ ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് ആഡ് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും ഇല്ല അല്ലെ. നമുക്ക് അങ്ങനെ എന്തായാലും ചെയ്യാൻ കഴിയില്ലല്ലോ, കാരണം ഇത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിനൊരു റീസൺ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ 2 ടേം എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി cannot be added to temperature. നമുക്ക് വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, വെലോസിറ്റി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസ് അല്ല ഞാൻ പറയുന്നത്, നമ്മൾ ആഡ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. അതേ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ പറയുന്നത്. വെലോസിറ്റി cannot be added to temperature. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഒന്ന് വെലോസിറ്റി ആണ്, ഒന്ന് ടെമ്പറേച്ചർ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ
മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാം നമുക്ക്. അതിന് എക്സാമ്പിൾ ആണ് എഫ് ഇസ് ഈക്വൽ ടു എം എ നമ്മൾ പറയാറില്ലേ, എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ അല്ലെ. പക്ഷെ നമുക്ക് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. ഏത് ലോ ആണ് മക്കൾ അത് പറയുന്നത്? നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ആണ് അല്ലെ, ആ ലോ ആണ് ഇത് പറയുന്നത്. സോ നമുക്ക് ആ ലോ ഉപയോഗിച്ചിട്ടാണ്, അതായത് ഡയമെൻഷനലി കറക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ നമ്മൾ നോക്കിയേ, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എഫ് എക്സ് ആണ് അല്ലെ. ഇക്വേഷൻ എന്താണ് മക്കളെ? പി വി ഇസ് ഈക്വൽ ടു എഫ് എക്സ് ആണ്. അപ്പൊ ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്? ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ? അപ്പൊ എൽ എച്ച് എസിന്റെ ഡയമെൻഷനും ആർ എച്ച് എസിന്റെ ഡയമെൻഷനും എന്തായിരിക്കണം? ഈക്വൽ ആവണ്ടേ. അതിൽ ഓരോ ടേം ഉണ്ടെങ്കിൽ ആ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആവണം. മക്കൾ ക്വസ്റ്റിലേക്ക് വന്നേ, പി വി ഇസ് ഈക്വൽ ടു എഫ് എക്സ് ആണ് അല്ലെ. അതിൽ പി എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? പ്രഷർ ആയിരുന്നു. അപ്പൊ പ്രഷറിന്റെ ഡയമെൻഷൻ വേണം നമുക്ക്, പ്രഷറിന്റെ ഡയമെൻഷൻ വേണം. ബി എന്ന് പറയുന്നത് വോളിയാണ്, വെലോസിറ്റി അല്ല. മക്കളെ ശ്രദ്ധിച്ചേ, വെലോസിറ്റി അല്ല വോളിയാണ്. ഒരുപാട് പേര് തെറ്റിക്കുന്ന ആൻസർ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, വിക്ക് പകരം വെലോസിറ്റി എന്ന് എഴുതി വെക്കും പല മക്കളും. വോളി ആയിരിക്കും ഉണ്ടാവും, വെലോസിറ്റിന്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കും, ഡയമെൻഷൻ ഒക്കെ എഴുതി വെക്കും. അതുവഴി തെറ്റിക്കുന്ന ഒരുപാട് മക്കളുണ്ട് കേട്ടോ. എഫ് ഇസ് എ ഫോഴ്സ് ആണ്, എക്സ് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ആണ്, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. പി വി ഇസ് ഈക്വൽ ടു എഫ് എക്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സൈഡിലും ഡയമെൻഷൻ എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആയിരിക്കണം. മക്കൾ നോക്കിക്കോ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ. അല്ലടാ, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. നമ്മള് ഫ്ലൂയിഡ്സും സോളിഡ്സും ഒക്കെ പഠിച്ച സമയത്ത് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? എം എൽ ടി റേസ് ടു മൈനസ് 2 അല്ലെ, ഡിവൈഡഡ് ബൈ ഏരിയ എന്തായിരുന്നു മക്കളെ? എൽ സ്ക്വയർ ആയിരുന്നു അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷനിലേക്ക് എന്ത് വരും മക്കളെ? എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. അപ്പൊ പ്രഷറിന്റെ യൂണിറ്റ് ആയി. നമ്മൾ ഇത് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ള കാര്യം എന്തായിരുന്നു? പ്രഷറിന്റെ യൂണിറ്റ് ആയിരുന്നു. പ്രഷറിന്റെ യൂണിറ്റ് എന്തായിരുന്നു മക്കളെ? പ്രഷറിന്റെ യൂണിറ്റ് എം എൽ മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. സെറ്റ് ആണേ, ഒരു കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാണ് കേട്ടോ. വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വോളിയത്തിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? എൽ ക്യൂബ് അല്ലേ, ഇസ് ഈക്വൽ ടു എഫ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്, എം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻടു നമുക്ക് ഇവിടെ എക്സ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ നമുക്ക് എൽ ആണ് നമുക്ക് ഇവിടെ വരിക അല്ലെ. ഇനി മക്കൾ നോക്കിയാൽ മതി, ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എൽ എച്ച് എസിന്റെ ഡയമെൻഷനും ആർ എച്ച് എസിന്റെ ഡയമെൻഷനും എന്തായാലും മതി മക്കളെ? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, വേറെ ഒരു ഇഷ്യൂസും ഇല്ല. ക്ലിയർ ആണോ? നമുക്ക് നോക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, ഇവിടെ എം ഉണ്ട്, ഇവിടെ എം ഇല്ല അല്ലെ. അങ്ങനെയാണ് നമുക്കൊന്ന് എഴുതി വെക്കാം. എം എൽ എൽ റേസ് ടു മൈനസ് 1 ഉണ്ട്, 3 ആണ് അല്ലെ. എൽ റേസ് ടു മൈനസ് 1 പ്ലസ് 3, മൈനസ് 1 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്ര വരും? എം എൽ സ്ക്വയർ വരും, ടി റേസ് ടു മൈനസ് 2 വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എൽ എച്ച് എസിലെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഇതാണ്, ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ നോക്കിയേ, ഇവിടെ എം ഉണ്ട്, ഞാൻ ഇവിടെ എം എഴുതി വെച്ചു. ആർ എച്ച് എസിലേക്ക് വന്നാൽ നമ്മള് എൽ സ്ക്വയർ ആണ്, എൽ സ്ക്വയർ ഉണ്ട്, ടി റേസ് ടു മൈനസ് 2. അപ്പൊ എൽ എച്ച് എസിലെയും ആർ എച്ച് എസിന്റെയും ഡയമെൻഷൻ എന്താണ് മക്കളെ? ഈക്വൽ ആണ്. സോ ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ എന്താണ് മക്കളെ? കറക്റ്റ് ആണ്. ഈസി അല്ലെ, യാതൊരുവിധ കൺഫ്യൂഷനും വേണ്ട. അതിൽ മക്കൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വി എന്ന് പറയുന്നത് വെലോസിറ്റി അല്ല. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ക്വസ്റ്റ്യൻ പലപ്പോഴും പല മക്കളും ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം പി പ്രഷർ ആണ്, വി ചിലപ്പോൾ വായിക്കുന്ന ചെയ്യും വോളിയം എന്ന്, പക്ഷെ എഴുതുന്ന സമയത്തൊക്കെ വെലോസിറ്റിയിലായിരിക്കും മൈൻഡിലേക്ക് വരുന്നുണ്ടാവുക. എഫ് ഫോഴ്സ് ആണെന്ന് അറിയാം, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പല മക്കളും ഇത് വെലോസിറ്റിന്റെ ഡയമെൻഷൻ ആയിട്ട് എൽ ടി റേസ് ടു മൈനസ് 1 എന്നൊക്കെ ചെയ്യുന്ന പല മക്കളും ഉണ്ട്. ആൻസർ തെറ്റി പോകാനുള്ള വഴികളുണ്ട് കേട്ടോ. അപ്പൊ അത് ഉണ്ടാവരുത്. നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നെ 1 or 2 പ്രാവശ്യം വായിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അതിനൊക്കെ ടൈം കണക്കായിക്കൊണ്ടാണ് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ആ ഒരു ടൈം ഷെഡ്യൂൾ നമുക്ക് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ടൈം അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു, അതിന്റെ എൽ എച്ച് എസും ആർ എച്ച് എസിലും ഡയമെൻഷൻ ചെക്ക് ചെയ്തു, അത് രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലായി. സോ അത് ഡയമെൻഷനിൽ എന്താണ് മക്കളെ? കറക്റ്റ് ആണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാലോ. യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നേ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോ. നമ്മളെ ഫൈൻഡ് ദ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അല്ലെ, നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളായിട്ടാണ് നമ്മൾ വീണ്ടും വരുന്നത്.
അപ്പം ഫൈൻഡ് ദി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ ദി ഫോളോവിങ് അല്ലെ. അപ്പോൾ നോക്കിയേ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതില് നമുക്ക് രണ്ട് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ കഴിയും, രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. അതിലുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ രണ്ടേ രണ്ട് റൂൾ വെച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ റൂൾസ് ആയിരുന്നു ഓർമ്മയുണ്ടോ? വേറെ ഒന്നുമില്ല. നോൺ ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ മക്കൾ ഒന്നും നോക്കാൻ നിൽക്കേണ്ട, വേറെ ഒന്നിലേക്ക് ചിന്ത പോകരുത്, അടിപൊളിയായിട്ട് ചെയ്തേക്കണം. നോൺ ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പറും ലാസ്റ്റ് നോൺ സീറോ നമ്പറും അതിനിടയിലുള്ള എല്ലാ നമ്പേഴ്സും കൊണ്ട് എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ഇനി ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിലോ, നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പറിലേക്ക് വരിക അല്ലെ, ഫസ്റ്റ് നോൺ സീറോ നമ്പർ വരിക ആൻഡ് അപ് ടു എൻഡ് വരെ എണ്ണിയേക്കുക. അങ്ങനെയാണോ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ 0.042 അല്ലെ, 0.042 ആണെങ്കിൽ മക്കൾ നോക്കിക്കോ, ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഏതാ, 4 ആണ്. ലാസ്റ്റ് വരെ നമ്മൾ എണ്ണിയേക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് മക്കളെ, 1, 2 അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് എത്രയായിരിക്കും, 2 ആണ്. അടിപൊളി അല്ലെ, ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. നമ്മൾ സെറ്റ് ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയാണ് മക്കൾ അടുത്തേക്ക് പോകുന്നത്. 42.00 അല്ലെ, സെക്കൻഡ് നമ്പർ ആണ്. 42.00 ആണ്. ഇതിലെ ഫസ്റ്റ്, ഇതും ഡെസിമൽ നമ്പർ തന്നെയാണ്. ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഏതാ മക്കളെ, 4 ആണ്. എൻഡ് വരെ എണ്ണി കഴിഞ്ഞാൽ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കിട്ടും, 5 കിട്ടിയില്ലേ. അടിപൊളിയല്ലേ, യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കേ, ഇതിൽ സിഗ്നിഫിക്കന്റ് ഫിഗറും കിട്ടി, ഇതിൽ സിഗ്നിഫിക്കന്റ് ഫിഗറും കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സെറ്റ് ആണ്, യാതൊരു പ്രശ്നമില്ല. സെറ്റ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ അടിപൊളിയായിട്ട് ചെയ്തു പോകണം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ച് നമ്മളെ പരീക്ഷിക്കുകയാണല്ലോ. പക്ഷെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മൾ നോക്കൂ, ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് ത്രൂ എ പൈപ്പ്, വോളിയം ഓഫ് വാട്ടർ ആണ് കേട്ടോ. ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് ത്രൂ എ പൈപ്പ് ഇൻ എ ഗിവൺ ടൈം ഈസ് V is equal to KA square UT. Yes, fine. അപ്പൊ ഇക്വേഷൻ നമുക്ക് തന്നു, V is equal to KA square UT. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ആ ഇക്വേഷനിൽ V ഡിനോട്ട് ചെയ്യുന്നത്, K ഡിനോട്ട് ചെയ്യുന്നത്, A എന്താണ്, U എന്താണ്, T എന്താണ്, നമുക്ക് ഡെഫിനറ്റ്ലി അറിയണം. അതാണ് ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അവിടെ V നമുക്ക് ഓൾറെഡി അറിയാം, വോളിയം ആണ് അല്ലെ, വോളിയം ആണ്. ഫൈൻ, ഗുഡ്. K എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. A എന്ന് പറയുന്നത് ഏരിയ ആണ് കേട്ടോ. A ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. U ഈസ് ദ സ്പീഡ് ഓഫ് ഫ്ലോ ആണ്, വെലോസിറ്റി ആണ്. T is a ടൈം ആണ്. K is a dimensionless constant ആണ്. അവർ പറഞ്ഞു, നമുക്ക് അറിയാം, എന്നാലും പറഞ്ഞു അവര്. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് മക്കളെ, V is equal to KA square UT. KA square ആണ്. ശ്രദ്ധിച്ചോ മക്കളെ, കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആൻസർ ഷീറ്റുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഏരിയ എഴുതിയിട്ടുണ്ടാവും പക്ഷെ സ്ക്വയർ ഇടാൻ വിട്ടുപോകും, ആൻസർ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും കേട്ടോ. രണ്ടാമതൊരു കാര്യം ഈ ക്വസ്റ്റിൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ V എന്തല്ല, വെലോസിറ്റി അല്ല. നമ്മള് ഫിസിക്സിൽ നമുക്ക് അധികം V എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് V വെലോസിറ്റി അല്ലെ. പക്ഷെ ഇവിടെ V എന്തല്ല, വെലോസിറ്റി അല്ല. എല്ലാവരും കുറെ അധികം ആളുകൾ Vക്ക് പകരം അല്ലെങ്കിൽ Vന്റെ ഡയമെൻഷൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു LT⁻⁻1 എന്നൊക്കെ എഴുതി വെക്കും, വെലോസിറ്റി ആണെന്നുള്ള രീതിയിൽ. അപ്പൊ മക്കൾ അത് നമുക്ക് തെറ്റിപ്പോകരുത്, നമുക്ക് സെറ്റ് ആയിട്ട് പോകേണ്ട കേസാണ്. V എന്തല്ല, വെലോസിറ്റി അല്ല, അതിന് പകരം എന്താണ് മക്കളെ, വോളിയം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിയേ, V is equal to വോളിയം ആണ്, K is equal to constant ആണ്, A is equal to area ആണ്, U is equal to initial velocity ആണ്, T is equal to time ആണ്. സെറ്റ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മക്കളെ, അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. Name the principle that can be used to check the dimensional correctness of the equation. അടിപൊളിയായിട്ട് മക്കൾ പറഞ്ഞേ, ഏത് പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുക, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി അല്ലേ. അവിടെ കിടക്കൂടാ നമുക്ക് ഒരു മാർക്ക് കേട്ടോ. അവിടെ സെറ്റ് ആണ് നമുക്ക് ഒരു മാർക്ക്, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ അവിടെ എത്ര മാർക്ക് പിടിക്കും, ഒരു മാർക്ക് നമ്മൾ അവിടെ സെറ്റ് ആക്കി വിട്ടു, ഒരു കൺഫ്യൂഷൻ ഇല്ലേ. വേണമെങ്കിൽ അതൊന്ന് എന്ത് ചെയ്ത് വെച്ചാൽ മതി മക്കള്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം കേട്ടോ, യാതൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കേ. ഈ ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനാണ്. കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, ഈച്ച് ആൻഡ് എവറി ടേം ഇൻ ഇക്വേഷൻ അത് ഡയമെൻഷനിൽ എന്താണോ ചെക്ക് ചെയ്യുക, നമ്മൾ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക, അത് മാത്രമേ നമ്മളെ പണിയുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ വോളിയത്തിന്റെ ഡയമെൻഷൻ, LHSന്റെ ഡയമെൻഷനും RHSന്റെ ഡയമെൻഷനും എന്താണ് പ്രൂവ് ചെയ്താൽ മതി, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. മക്കൾ ഒന്ന് ആലോചിച്ചു എങ്ങനെ നമ്മൾ ചെയ്യടാ, എന്ത് ചെയ്യാനാ, എന്ത് ബുദ്ധിമുട്ടാ, എന്ത് പ്രയാസമാണല്ലേ. മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ വോളിയത്തിന്റെ ഡയമെൻഷൻ, വോളിയത്തിന് ഒരു പ്രശ്നവും നമ്മൾ എഴുതും ഡയമെൻഷൻ എന്താണ് മക്കളെ, L³ ആണ്. അങ്ങനെയാണെങ്കിൽ LHSന്റെ ഡയമെൻഷൻ ഓക്കെ, RHSന്റെ ഡയമെൻഷൻ പിടിക്കണമല്ലോ. RHSന്റെ ഡയമെൻഷൻ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, RHSന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് KA square UT ആണ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഒരു കാര്യം അറിയാം,
കെ എന്താണ് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏരിയയിലേക്ക് മക്കൾ വാ. ഏരിയ 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 കേട്ടോ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എൽ സ്ക്വയർ ആണ്. അതിന്റെ സ്ക്വയർ എൽ സ്ക്വയറിന്റെ സ്ക്വയർ ആണ്. യു ടി, യു എന്ന് പറയുന്നത് എന്താണ്? എൽ ടി റേസ് ടു -1 ആണ്. ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു. സെറ്റ് ആണ്, യാതൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ 3 ടേം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താണ് മക്കളെ വരിക? ആർഎച്ച്എസിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എൽ റേസ് ടു 4. ഗുഡ്. സെക്കൻഡ് എന്ത് വരും മക്കളെ? എൽ ടി റേസ് ടു -1 ടി. ഈ ടിയും എന്തായി? ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ ആർ എച്ച് എസ് എന്ത് വരും? ഇവിടെ ആർ എച്ച് എസിന്റെ ഡയമെൻഷൻ എന്ത് വരും? എൽ റേസ് ടു 4 എൽ റേസ് ടു 1 അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ത് വരും? ഇവിടുത്തെ ഡയമെൻഷൻ ആർ എച്ച് എസിന്റെ ഡയമെൻഷൻ എന്താ വരിക? എൽ റേസ് ടു 5 വരും. ഇനി മക്കൾ പറ, എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ എത്രയാ? എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ കണ്ണുമൂടി നമുക്ക് പറയാൻ പറ്റും. എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ എൽ ക്യൂബ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആർ എച്ച് എസിന്റെ ഡയമെൻഷനും എൽ എച്ച് എസിന്റെ ഡയമെൻഷനും ഈക്വൽ ആണോ മക്കളെ? അല്ല. സെറ്റ് സെറ്റ് സെറ്റ്. എൽ എച്ച് എസിന്റെ ഡയമെൻഷനും ആർ എച്ച് എസിന്റെ ഡയമെൻഷനും എന്തല്ല? ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തല്ല? ഡയമെൻഷനലി എന്തല്ല മക്കളെ? കറക്റ്റ് അല്ല. ഈ കാര്യം ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല സാറേ. എങ്കിൽ ഇത് ഓക്കെയാണ്, ഈ ക്വസ്റ്റ്യൻ ഓക്കെയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡയമെൻഷനിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടിയ കാര്യം എന്താണ്? എൽ എച്ച് എസിലെയും ആർ എച്ച് എസിലെയും ഡയമെൻഷൻ എന്തല്ല? കറക്റ്റ് അല്ല. സോ ഡയമെൻഷനിൽ എന്തല്ല? കറക്റ്റ് അല്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2 മാർക്ക് ഇവിടെയും കിട്ടും, 1 മാർക്ക് അവിടെയും കിട്ടും. 3 മാർക്ക് ആയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ വാ, നമുക്ക് നോക്കി നോക്കാം. യെസ് യെസ് യെസ്, നമ്മള് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരികയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എ പ്ലാനറ്റ് മൂവ്സ് അറൗണ്ട് ദ സൺ, മാസ് m and gravitational constant g. Derive the expression. മക്കൾ ശ്രദ്ധിച്ചോ കേട്ടോ. Derive the expression for its time period of the planet using method of dimensions. ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പവറിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഡയമെൻഷൻസിന് 2 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ നോക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിൽ ചോദിക്കാറുള്ളത് നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു. അതൊന്ന് ഏതായിരുന്നു മക്കളെ? ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലെ? പക്ഷെ അത് മാത്രമല്ല നമുക്ക് ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ആ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. ഡിറൈവ് എക്സ്പ്രഷൻസ്. ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം മക്കളെ. ആ മെത്തേഡ് ആണ് നമ്മളോട് ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. ഡയമെൻഷനലി കറക്റ്റ് ആവുന്ന രീതിയിൽ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്തെടുക്കണം മക്കളെ? ഡിറൈവ് ചെയ്തെടുക്കണം. അതിന്റെ കുറച്ച് കേസസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഫിഗറിലേക്ക് ഒന്ന് നോക്കിക്കോ. ഫിഗർ ഞാൻ വരച്ചിട്ടില്ല അല്ലെ? ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നമ്മളൊരു ഭംഗിക്ക് ഫിഗർ ഒന്ന് വരച്ചു വെക്കൂട്ടോ. എന്ത് പറയുന്നു മക്കള്? നമ്മളിവിടെ ഒരു സൂര്യനുണ്ട്, സൂര്യക്ക് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്തുണ്ടാവും? ഒരു പാത്ത്. ക്ലിയർ? ഈ ഒരു ഓർബിറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഒരു പ്ലാനറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, ഇതിന്റെ ടൈം പീരീഡ് ആണ്. എ പ്ലാനറ്റ് മൂവ്സ് അറൗണ്ട് ദ സൺ. ഇതിന്റെ മാസ് എത്രയാണ് മക്കളെ? m ആണ് അല്ലെ? ഇതിന്റെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എത്രയാണ്? g ആണ്. ആൻഡ് ഡിറൈവ് ദ എക്സ്പ്രഷൻ. നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് നമുക്കൊരു r ആയിട്ട് എടുക്കും ചെയ്യാലോ. അതിന് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ടൈം പീരീഡിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്തെടുക്കണം. ഈസി ആയിട്ട് നമ്മൾ പുഷ്പം പോലെ കയ്യിൽ അങ്ങോട്ട് വെച്ച് തരും കേട്ടോ. ഒന്നുകൊണ്ട് മക്കൾ പേടിക്കണ്ട. അങ്ങനെയാണ് മക്കൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് ടൈം പീരീഡിന്റെ ഒരു റിലേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യണം. ടൈം പീരീഡ് എന്താണെന്ന് അറിയാലോ നമുക്ക്. ഞാനിത് ഇപ്പൊ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. എ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ഈ ഒരു പ്ലാനറ്റ് ഉള്ളതെന്ന് വിചാരിക്കാം. ഇത് ഈ ഒരു സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് എയിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ടൈമിനെയാണ് മക്കളെ നമ്മൾ അവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലെ? അതൊക്കെ സെറ്റ് കാര്യങ്ങളാണോ? അതൊക്കെ നമുക്ക് അറിയാം. നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു തിരിച്ച് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം, അതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആ ടൈം പീരീഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് റേഡിയസ്, ഈ ഡിസ്റ്റൻസ് എഫക്ട് ചെയ്യില്ലേ? തീർച്ചയായിട്ടും എഫക്ട് ചെയ്തേക്കാം. രണ്ടാമത്തെ എന്തായിരുന്നു മക്കളെ? ഡെഫിനറ്റ്ലി ഇതിന്റെ മാസില്ലേ. മൂന്നാമത്തെ എന്തായിരുന്നുടാ? ജി ഇല്ലേ? അങ്ങനെ 3 കാര്യങ്ങൾ ഓക്കെ അല്ലേ? ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്, ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ആണ്, ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ജി ആണ്. നമ്മൾ ഇതൊക്കെ കൂടി ക്ലബ് ചെയ്ത് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാണ് കേട്ടോ. ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എം ജി. ക്ലിയർ? പക്ഷെ നമുക്ക് അറിയില്ല. നമ്മൾ ചില ഇക്വേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എഫ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ?
ഇവിടെ വെലോസിറ്റിക്ക് പവർ 2 ആണ്, അല്ലെങ്കിൽ 3 ആണ്, അല്ലെങ്കിൽ 4 ആണ്. ഇതൊന്നും നമുക്ക് അറിയാത്ത കേസസ് ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു വെക്കാണ്. നമ്മൾ എവിടെ നോക്കിയോ മക്കള്, ആറിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ എക്സ് കൊടുത്തു, പവറിൽ വൈ കൊടുത്തു, ജിക്ക് സെറ്റ് കൊടുത്തു. സെറ്റ് ആണ്, യാതൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് വരിക, നമ്മൾ ഇങ്ങനെ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ നമ്മൾ വെറുതെ വിടത്തില്ലല്ലോ, നമ്മൾ എന്താക്കും, ഈക്വൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതി. അങ്ങനെയാണെങ്കിൽ ഈക്വൽ എന്ന് എഴുതുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കള്. തീർച്ചയായിട്ടും വേണം സാറേ, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോ മക്കള്. കെ കൊടുത്തു നമ്മള്, ആർ റേസ് ടു എക്സ്, എം കൊടുത്തു, മാസ് ആണ്, വൈ വന്നു, ജി എന്താണ് മക്കളെ വരിക, സെഡ് ആണ് അല്ലെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ആരൊക്കെ കൊണ്ടുവരണോടാ? എക്സിനെ കൊണ്ടുവരണം, വൈ എത്രയാണെന്ന് അറിയണം, സെഡ് എത്രയാണെന്ന് അറിയണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ മാത്രമേ ഞാൻ ഇനി നിങ്ങളുടെ സ്ക്രീനിൽ ഉണ്ടാവുള്ളൂ. മക്കൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ഐഡിയ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഓക്കെ ആണേ. അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ എഴുതി വെക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കുന്നു കേട്ടോ. ഒരു കൺഫ്യൂഷനും ഇല്ലേ, നമ്മൾ സെറ്റ് ആയി പോവാണ് മക്കളെ. ഒരു കൺഫ്യൂഷനും വേണ്ട, നമ്മൾ സെറ്റ് ആയി പോകട്ടോ. എത്രത്തോളം കേസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അത്രത്തോളം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മക്കൾ നോക്കിക്കോ, ടി ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, കെ ആർ റേസ് ടു എക്സ്, എം ആണ് അല്ലെ, മാസ് റേസ് ടു വൈ, ജി റേസ് ടു സെഡ്. റെഡിയാണേ? ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. ഈ ഇക്വേഷനിലാണ് കളി കംപ്ലീറ്റ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഒരു ഡൗട്ടും ഇല്ലാതെ സെറ്റ് ആക്കി വെച്ചതാണ്. ഇവിടെ ടൈം പീരീഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒന്ന് റേഡിയസ് ഡിസ്റ്റൻസ് ആണ്, രണ്ടാമത്തെ മാസ് ആണ്, മൂന്നാമത്തെ എന്തായിരുന്നു മക്കളെ, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആയിരുന്നു. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അതിന്റെ പവറിൽ നമ്മൾ എക്സ് വൈ സെഡ് കൊടുത്തു, നമുക്ക് അറിയത്തില്ല. ഇനി കെ കൊണ്ടുവന്ന് എന്തിനായിരുന്നു? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്ത് കൊടുക്കാണ്, ഈക്വൽ ടു കൊടുക്കാണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? സെറ്റ് സെറ്റ് സെറ്റ്. ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ, പക്കയാണ് കേട്ടോ. നമ്മൾ പിടിക്കാൻ പോവാണേ മക്കളെ. നോക്കണേ, ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂടാ? നമുക്ക് ഇവിടെ എൽ എച്ച് എസും ആർ എച്ച് എസും ഡയമെൻഷനലി കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എങ്കിലല്ലേ നമുക്ക് എക്സും വൈയും സെഡും കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മക്കൾ വന്നേ, എൽ എച്ച് എസിൽ എന്തൊക്കെ വരും മക്കളെ? M0, L0, T1. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ടി എന്ന് പറഞ്ഞാൽ T1 ആണ്, M0 L0 ഇല്ല. ഫൈൻ, വിട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ എച്ച് എസിന്റെ ഡയമെൻഷൻ എടുക്കാം. ആർ എച്ച് എസിന്റെ ഡയമെൻഷൻ എന്താണ്? ഇവിടെ കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് അല്ലേ, അല്ലെങ്കിൽ സിംപ്ലി കോൺസ്റ്റന്റ് അല്ലേ? വിട്ടേ പോയിക്കോട്ടെ. ഇവിടെ ആറ് ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും മക്കളെ? എൽ ആണ് അല്ലെ. എൽ റേസ് ടു എന്താണ് മക്കളെ? എക്സ്. കിടക്കട്ടെ അവിടെ. എമ്മിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു മക്കളെ? എം റേസ് ടു വൈ. സെറ്റ്. ജി ഇവരെ നോക്കിക്കോ മക്കളെ. ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ആക്സലേഷനോട് ഗ്രാവിറ്റി എന്നല്ല കേട്ടോ, പിന്നാലെ മക്കൾ അങ്ങനെ പറഞ്ഞേക്കരുതേ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ജിന്റെ വാല്യൂ മക്കൾക്ക് അറിയാം. ജിന്റെ വാല്യൂ മക്കൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ F is equal to G into M1 M2 by R square എന്ന് പറയുന്ന യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉപയോഗിച്ച് മക്കൾ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം ജിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? M raised to -1 L cube T raised to -2. ഓക്കെ ആണോ? സെറ്റ് ആണേ. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പോവാണ്. അത് മാത്രമാണോ? ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? Z എന്ന് കൊടുക്കണ്ടേ? Z എന്ന് കൊടുത്തു സാറേ, ഇനി ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സും വൈയും സെഡ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് കയറ്റിയിട്ടോളൂ. എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. M0 L0 T1 is equal to L raised to x ആണ്, M raised to y ആണ്, M raised to -1 Z വരുന്ന സമയത്ത് M raised to -Z ആണ്, L raised to 3Z ആണ്, T raised to -2Z ആണ്. അടിപൊളിയാണേ, ഒരു കുഴപ്പമില്ല. നമ്മൾ പോവാണ്. ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് എടുത്തിട്ടോ, അത്രേ ഉള്ളൂ. ഇനി മക്കൾ നോക്കിക്കോ, നമ്മള് MLT എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ എഴുതാറുള്ളത്. ഇതും അതേപോലെയല്ലേ? ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യട്ടെ. മക്കൾ ഓക്കെ ആണല്ലോ? മക്കൾ സമ്മതത്തോടുകൂടി ഞാൻ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് വരൂടാ? M0 L0 T1 is equal to കിടക്കട്ടെ അവിടെ. ഇവിടെ M ആരൊക്കെയുള്ളത് മക്കളെ? M Y മൈനസ് Z അല്ലെ. ഇവിടെ മക്കൾ നോക്കിക്കോ, ഇവിടെ Y ആണ്, ഇവിടെ -Z ആയിരുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? M is equal to Y minus Z. L എത്രയാ മക്കളെ വരുന്നത്? നമുക്ക് മക്കൾ നോക്കണേ. L എത്രയായിരിക്കണം വരിക? X ഉണ്ട് ഇവിടെ, അതിന്റെ കൂടെ ഒരു 3Z ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും മക്കളെ? X plus 3Z ആണ് നമുക്ക് എന്തെന്ന് പറയുന്ന മക്കളെ? Lന്റെ മുകളിൽ വരുന്ന പവർ അല്ലെ. നെക്സ്റ്റ് വൺ മക്കൾ നോക്കിയോ, T raised to -2Z. T ഒരു ഒറ്റയ്ക്കാണ് കിടക്കുന്ന പാവമാണ് അല്ലെ. T ഒറ്റയ്ക്ക് സങ്കടമാവാന് പോട്ടെ. നമുക്ക് അങ്ങനെ കൂടി വിടാം.
എം എൽ ടി ഇതൊക്കെ സെറ്റ് ആണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണ് മക്കൾ ഒന്ന് വന്നേ. ഇനി രണ്ട് സ്ഥലത്ത് ഇക്വേറ്റ് ചെയ്താൽ പോരെ, രണ്ട് ഭാഗത്ത് നിന്ന് ഇക്വേറ്റ് ചെയ്ത് പിടിച്ചാൽ മക്കള് വേറെ ഒരു കൺഫ്യൂഷനിലേക്കും പോകണ്ട, ഇക്വേറ്റ് ചെയ്ത് പിടിച്ചാൽ മതി. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ നോക്കിയോ, ഞാൻ പുതിയ പേജ് ചെയ്യട്ടെ. പുതിയ പേജ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് പുതിയ പേജ് എടുക്കുന്നത്. മക്കൾ നോക്കണേ, M0L0T1 ഈ റൈറ്റിൽ വരുന്ന നോക്കിയേ മക്കള്, ഞാൻ റെഡ് വെച്ച് മാർക്ക് ചെയ്യാം. എമ്മിന്റെ മുകളിലത്തിലായിരുന്നു പവർ 0 ആയിരുന്നു അല്ലെ, ഇവിടെ എമ്മിന്റെ മുകളിലത്തെ പവർ വരുന്നത് y മൈനസ് z അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് y മൈനസ് z ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കൊടുക്കണം, 0 കൊടുക്കാം. സാറേ എന്താ കൺഫ്യൂഷൻ, എന്താ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. അപ്പൊ y മൈനസ് z ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. മക്കൾ വന്നേ, y മൈനസ് z ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കേട്ടോ. ഇത് ഇക്വേഷൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ എഴുതി പോവാം കേട്ടോ. ഇവിടെ ഓക്കെ 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 ഫൈൻ. y മൈനസ് z ഇസ് ഈക്വൽ ടു എന്താണ്, 0. അങ്ങനെയാണെങ്കിൽ y ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, z. അത് മൈനസ് z റൈറ്റിലേക്ക് പോകണം, ആർസിലേക്ക് പോകണം. അപ്പൊ y ഇസ് ഈക്വൽ ടു എന്തായി മക്കളെ, z ആയി മാറി. ഒരു കാര്യം ഓക്കെ നമുക്ക് കേട്ടോ, y ഈക്വൽ ടു z ആയി. ഇതൊരു റിലേഷൻ ആണ്. സെക്കൻഡ് മക്കൾ നോക്കിയോ, l ഇസ് ഈക്വൽ ടു 0 ആണ്, ഇവിടെ l ഇസ് ഈക്വൽ ടു x പ്ലസ് 3z ആണ്. അങ്ങനെയാണെങ്കിൽ x പ്ലസ് 3z ഈക്വൽ ടു എന്താണ്, 0. നമുക്ക് പ്രത്യേകിച്ച് റിലേഷൻ കാര്യങ്ങളൊന്നുമില്ല, അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കണേ. തേർഡ് വൺ, ഇവരെ കണ്ടുപിടിച്ചോ മക്കള്, ഇവരെ കൊണ്ട് ഉപയോഗം ഉണ്ടാവും കേട്ടോ. ടീനെ കൊണ്ട് ഉപയോഗമുണ്ട്, ടൈമിനെ കൊണ്ട് ഉപയോഗമുണ്ട്. നമുക്ക് t⁻1 ആണ്, ഇവിടെ t⁻2z ആണ്. അവനിലാണ് നമ്മൾ പിടിക്കേണ്ടത്. -2z ഇസ് ഈക്വൽ ടു എന്താണ്, 1. അങ്ങനെയാണ് മക്കൾ പറഞ്ഞത്. എനിക്ക് z എന്തായിരിക്കൂടാ, -1/2 അല്ലേ. പിടിച്ചോട്ടോ, z -1/2 ആണ്. അങ്ങനെയാണ് മക്കൾ നോക്കിക്കേ, y ഈക്വൽ ടു z ആണ്. അങ്ങനെയാണെങ്കിൽ z -1/2 ആണ്, y-യും എന്തിനാണ് മക്കളെ, -1/2 ആണ്. അടിപൊളി ട്ടോ, സെറ്റ് ആക്കി നമ്മൾ പോവാണ്. അപ്പൊ y ഈക്വൽ ടു -1/2 ആണ്, z is equal to -1/2 ആണ്. ഇനി മക്കൾ പറ, എങ്ങനെ x കണ്ടുപിടിക്കും നമ്മള്? ഇനി എന്താ സാറേ ബുദ്ധിമുട്ടുള്ള, x കണ്ടുപിടിക്കാൻ എന്ത് ബുദ്ധിമുട്ട്, നിങ്ങൾ എന്ത് ചോദ്യമല്ല ചോദിക്കുന്നത്. ഇവിടെ x പ്ലസ് 3z ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം, 0 ആണെന്ന് അറിയാം. കൊടുക്കുക സാറേ ഇക്വേഷനിൽ, എന്ത് പ്രശ്നമുള്ളേ. അങ്ങനെയാണ് മക്കളൊന്ന് പറഞ്ഞേ, x പ്ലസ് 3z എത്രയാണ്, -1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും മക്കളെ, ഒന്ന് പറഞ്ഞേ എനിക്ക്. x പ്ലസ് 3 ഇൻറ്റു -1/2 ഈക്വൽ ടു എന്താണ്, 0 ആണ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് പറയാലോ, x മൈനസ് 3/2 അങ്ങനെ എഴുതാലോ നമുക്ക്. x മൈനസ് 3/2 ഇസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ മക്കൾ എഴുതിക്കോ, x ഇസ് ഈക്വൽ ടു, ഇത് ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോഴോ പ്ലസ് 3/2 ആവില്ലേ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കിട്ടി. അടിപൊളി അടിപൊളി അടിപൊളി, ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ കളറൊന്നും മാറ്റുന്നുണ്ട് കേട്ടോ, ഒരു മൊഞ്ചൻ കളർ ആക്കുന്നുണ്ട്. z -1/2 ആണ്, y -1/2 ആണ്, x 3/2. സെറ്റ് സാറേ കിട്ടിയില്ലേ, നമ്മൾ അടിപൊളിയാക്കൂല്ലേ ഇതിപ്പം. നമ്മൾ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് നമുക്ക് ഒന്ന് നോക്കി വെച്ചോട്ടോ. കിട്ടിയ വാല്യൂസ് എന്തൊക്കെയായിരുന്നു, x എത്രയായിരുന്നു, 3/2, y എത്രയായിരുന്നു, -1/2, z എത്രയായിരുന്നു, -1/2. റെഡി 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 റെഡി, നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടി. ഇനിയിപ്പോ എന്ത് മേടിക്കാനാ, ഡയറക്റ്റ് ആയിട്ട് പോലെ നമ്മള് എക്സിന് 3/2. നമ്മൾ ഇക്വേഷൻ നമ്പർ ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു, ഇതല്ല നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിരുന്നേ. ആ ഇക്വേഷനിലേക്ക് എക്സും വൈയും z ഒക്കെ അങ്ങോട്ട് കൊടുത്തു സാറേ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഒന്ന് കൊടുക്കാം. ഏത് ഇക്വേഷനിലേക്ക്, ഞാനിതേ ഇവിടെ റെഡ് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഇക്വേഷനിലേക്ക് നമ്മൾ അടിപൊളിയായിട്ട് അത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെയാണ്. എക്സ് എത്രയാണ്, വൈ എത്രയാണ്, z എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ സ്ഥലപരിമിതി മൂലമാണ്. സ്ഥലപരിമിതി മൂലം അടുത്ത പേജിലാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതുക. നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേ, അല്ലെങ്കിൽ ഡാറ്റാസ് എഴുതി നോക്കിയേ, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ എഴുതി വെക്കട്ടോ. ക്ലിയർ? ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, t is equal to, മക്കൾ ഇക്വേഷൻ നോക്കിയേ, t is equal to k into rx. m എന്തായിരുന്നു മക്കളെ, y, g എന്തായിരുന്നു മക്കളെ, z. ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ x ന്റെ വാല്യൂ നമുക്ക് കിട്ടി സാറേ, 3/2 ആണ്. y ന്റെ വാല്യൂ -1/2 ആണ് സാറേ. z ന്റെ വാല്യൂ -1/2 ആണ് സാറേ. എന്താണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ t is equal to, മക്കളെ എഴുതി വെച്ചോ, t is equal to k into r raised to x 3/2, m -1/2 അല്ലേ, g -1/2 അല്ലേ. അടിപൊളി അടിപൊളി അടിപൊളി, സെറ്റാണ് കേട്ടോ. ഇനി മക്കൾ നോക്കിയോ, ഇനിയാണ് കളി വരാൻ പോകുന്നത്. -1/2 ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുന്ന സമയത്ത്, ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് -1/2 എന്തായിട്ട് മാറൂടാ, 1/2 ആയി മാറും. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ, t is equal to k into r raised to 3/2. ഇവരെ ഒന്നും ചെയ്യണ്ട, അവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമില്ല കേട്ടോ, പിടിക്കണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ m raised to എന്ത് വരും മക്കളെ, 1/2.
ജി റേസ് ടു എന്ത് വരും ഇടാ 1/2 വരും. നമുക്കൊരു കാര്യം അറിയാം, എ റേസ് ടു 1/2 അല്ലെങ്കിൽ എ റേസ് ടു 1/2 എന്ന് പറയുന്നത് നമുക്കറിയാം റൂട്ട് എ ആണ്. അല്ലെങ്കിൽ റൂട്ട് എനെ നമ്മൾ എങ്ങനെ എഴുതും? എ റേസ് ടു 1/2 എന്ന് എഴുതും അല്ലെ, എ റേസ് ടു 1/2 എന്ന് എഴുതും. അതേപോലെ നമ്മൾ ഇവിടെ എം റേസ് ടു 1/2, ജി റേസ് ടു 1/2 എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതും കേട്ടോ. ഒന്ന് അടിപൊളിയാക്കി നല്ല മൊഞ്ചാക്കി നമ്മൾ എഴുതും. വേറെ ഒന്നുമില്ല, ടി ഈസ് ഈക്വൽ ടു കെ ഇൻടു ആർ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ, മക്കൾ പറ, എം റേസ് ടു 1/2 നമുക്ക് എന്ത് എഴുതാം? റൂട്ട് എം എന്ന് എഴുതാം. ജി റേസ് ടു 1/2 എങ്ങനെ എഴുതാം? റൂട്ട് ജി എന്ന് എഴുതാം. നമ്മൾ ഇക്വേഷൻസ് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയില്ലേ? ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അടിപൊളിയായിട്ട് നമ്മൾ പോയതാണേ. മക്കൾ ചെയ്യുന്ന സമയത്ത് ഞാൻ 2 പേജിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എഴുതിയതാണ്. മക്കൾ എന്റെ കൂടെ എഴുതിയേക്കണം കേട്ടോ, എന്റെ കൂടെ കട്ടക്കി പിടിച്ചു നിന്നേക്കണം. നമ്മൾ എഴുതിയേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ 1-2 പേജിലായിരിക്കും എഴുതുന്നുണ്ടാവാ. അതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇറേസർ വെച്ച് ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ മക്കൾ എന്ത് ചെയ്യണം? ഒരു പേജിൽ എന്ത് ചെയ്തു വെക്കുക? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുള്ള അതേ ഓർഡറിൽ തന്നെ കൊണ്ട് പിടിച്ചു പോരാ. എന്നാൽ പക്കയായിട്ട് മക്കൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. സെറ്റ് ഇടാം. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡി? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോടാം. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരികയാണ് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരികയാണേ. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ റിലേഷൻ. നമ്മൾ വീണ്ടും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ അല്ലെ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർമ്മ നമുക്ക് F is equal to mv² r ഇക്വേഷൻ അതേപോലെ ഒരു പാറ്റേൺ കേട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതാണ്, v is equal to gm/r. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ മക്കൾക്ക്? ഈ ഇക്വേഷൻ നമ്മൾ ആക്ച്വൽ ഇക്വേഷൻ നമ്മൾ ഓരോ ഓർമ്മയുണ്ട് നമുക്ക്. റൂട്ട് gm/r ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ gm/r എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അതായത് റൂട്ട് gm/r ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യം എന്ത് മാത്രമേ ഉള്ളൂ? v is equal to gm/r. അത് ഇക്വേഷനിൽ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ? അങ്ങനെയാണോ നമുക്ക് നോക്കിയാലോ? v എന്താണ് മക്കളെ? വെലോസിറ്റി ആണ്. സിംപ്ലി ഓർബിറ്റൽ വെലോസിറ്റി ആണ്, വേറെ ഒന്നുമില്ല. v വെലോസിറ്റി ആണ്. g എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. m എന്താണ്? മാസ് ആയിരിക്കും. r എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? റേഡിയസ് ആയിരിക്കും. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ റിലേഷൻ എന്ന് പറഞ്ഞാൽ LHSലെ ഡയമെൻഷനും RHSലെ ഡയമെൻഷനും എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആവണ്ടേ? അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പിടിക്കേ, ഒരു കൺഫ്യൂഷൻ നമ്മൾ പിടിക്കും. കണ്ണ് ചോരയില്ലാതെ നമ്മൾ പിടിക്കാൻ പോവാണേ. നമ്മൾ നോക്കിക്കോ, LHSന്റെ ഡയമെൻഷൻ മക്കൾ നോക്കണേ. LHSന്റെ ഡയമെൻഷൻ കേട്ടോ. LHSലെ ഡയമെൻഷൻ എന്താണ്? v ന്റെ ഡയമെൻഷൻ അല്ല മക്കളെ. എന്നാ പറ. LHSലെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ആണ്? ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ അല്ലേ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, വെലോസിറ്റി എന്തായിക്കോട്ടെ അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും വരിക? L(t⁻⁻1). ഇതേ ഡയമെൻഷൻ തന്നെ നമുക്ക് RHSൽ കിട്ടിയാൽ നമ്മൾ കണ്ണു അടച്ചു പറയും ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ല, ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലേ? അങ്ങനെയാണ് നമുക്ക് RHSലേക്ക് വരാം. RHSലാണല്ലോ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളെ. എവിടെ അല്ലെ? നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മള് മെസ്സോണുള്ള മക്കളല്ലടാ. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകട്ടോ. മക്കള് നോക്കിയേ, RHSലെ റൂട്ട് gm/r കേട്ടോ. ഞാൻ ആ ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. നമ്മള് ക്ലാസ്സിൽ എടുക്കുമ്പോഴേ റൂട്ട് gm/r ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ആര് മാത്രമേ ഉള്ളൂ? gm/r മാത്രമേ കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് റൂട്ട് gm/r വരുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമുക്ക്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ സെറ്റ് ആവും. ക്ലിയർ? ഇവിടെ gm/r ആണ് RHSൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡയമെൻഷൻ ഒന്ന് കണ്ടു നോക്കിയാലോ? g ന്റെ ഡയമെൻഷൻ എന്താണ് മക്കളെ? g ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m⁻⁻1 L³ t⁻⁻2. m ന്റെതോ മാസ് ആണ് അല്ലെ, ഡിവൈഡഡ് ബൈ r ന്റെതോ ലെങ്ത് ആണല്ലോ. ഓക്കെ ഫൈൻ. ഇവിടെ മക്കൾ ഒന്ന് ക്ലബ് ചെയ്തൊന്ന് എഴുതി വെച്ചേ. m⁻⁻1 ഉം m⁻1 ഇത് രണ്ടും എന്തായി പോവും? ക്യാൻസൽ ആയി പോലെ. ഇവിടെ ഒരെല്ലും ക്യാൻസൽ ആയി, ഇവിടെ ക്യൂബിലെ ഒരെല്ലും ക്യാൻസൽ ആയി. അങ്ങനെയാണോ? നമുക്ക് എത്ര വരും മക്കളെ? നമുക്ക് എത്ര വരും? ഒന്ന് പറഞ്ഞേ മക്കള്, ഒന്ന് പറഞ്ഞു തന്നെ. ഇവിടെ നമുക്ക് ഒരെല്ല് താഴെ ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആവും, ഒരെല്ല് മുകളിലും ക്യാൻസൽ ആയി അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞു തരാമോ? നമ്മൾ ഇവിടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ സ്ക്വയർ ആയിട്ട് മാറും, ഇവിടെ എല്ല് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ RHSലെ ഇപ്പത്തെ ഡയമെൻഷൻ എത്രയായിരിക്കും മക്കളെ? L² t⁻⁻2. ഓക്കെ ആണോ? LHSലെ ഡയമെൻഷൻ എത്രയായിരുന്നു? L(t⁻⁻1) ആണ്. RHSലെ ഡയമെൻഷൻ എത്രയാണ്? L² t⁻⁻2 ആണ്. അപ്പൊ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ? അല്ല. LHSലെ ആരായിരുന്നു? L(t⁻⁻1) ആണ് അല്ലെ. RHSല് L² t⁻⁻2. നമുക്ക് ഉറപ്പിച്ച് പറയാലോ ഇതല്ല സാറേ, ഇത് അങ്ങനെ കറക്റ്റ് അല്ല. കാര്യം എന്താ? രണ്ടിനും ഡയമെൻഷൻ കറക്റ്റ് അല്ല.
ഇനി ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരട്ടെ. ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് V is equal to GM/R അല്ലെങ്കിൽ √GM/R എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു അല്ലെ. മക്കൾ എന്താ വിചാരിച്ചു? എനിക്ക് തെറ്റിപ്പോയതാണോ? തെറ്റിപ്പോയതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ? ശരിയാണ്. നമ്മളെ ക്വസ്റ്റ്യൻ അതല്ലല്ലോ. ക്വസ്റ്റ്യൻ V is equal to GM/R അല്ലേ? ഞാൻ പറഞ്ഞിരുന്ന V is equal to √GM/R എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ആവട്ടോ. നമ്മൾ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിൽ പറയും. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. തൊട്ട് മുൻപത്തെ ഇക്വേഷൻ V is equal to GM/R എന്തല്ല, ഡയമെൻഷനലി കറക്റ്റ് അല്ല. അത് നമുക്ക് ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ V is equal to √GM/R കറക്റ്റ് ആണോ അല്ലയോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു റൂട്ടും കൂടി ഉണ്ട് എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. V is equal to √GM/R ആണ്. LHSന്റെ ഡയമെൻഷൻ എന്തായിരുന്നു മക്കളെ? LHSന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? LT⁻⁻1 ആണ്, മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ RHSന്റെ ഡയമെൻഷൻ എന്താണ് വരിക? RHSന്റെ ഡയമെൻഷൻ എന്താണ്? GM/R അല്ലേ? അതിന്റെ ഡയമെൻഷൻ നമുക്ക് എടുത്തു നോക്കിയാലോ. എന്താ സംഭവിക്കുക മക്കളെ? ഒന്ന് പറ. എന്താ സംഭവിക്കുക? Gന്റേത് m⁻⁻1 L³ T⁻⁻2 into m divided by L അല്ലെ? ഈ m-1ഉം m കട്ടായില്ലേ? ഈ എല്ലും ഇതിലുള്ള ക്യൂബ് മാറിയിട്ട് സ്ക്വയർ ആവില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായി മാറും മക്കളെ? L² T⁻⁻2 ആയി മാറി സാറേ അല്ലെ? പക്ഷെ അവിടെ റൂട്ട് കിടക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയാണ് നമുക്ക് എന്ത് കൊടുക്കാളൂ? ഒരു 1/2 കൊടുത്തൂടെ? L² T⁻⁻2 into ⁻⁴ അല്ലെ? ഈ 1/2 2 രണ്ടിനും കോമൺ അല്ലേ? അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്യൂടാ, ഇതിനും കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് RHSലെ ഡയമെൻഷൻ എന്തായിട്ടാ വരിക? എല്ലിന് മുകളിൽ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 ഉണ്ടാവും. ഇതിന്റെ മുകളിൽ ആരുണ്ടാവൂടാ? -1 ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ നോക്കിക്കോ. LHSന്റെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. RHSന്റെ ഡയമെൻഷൻ ഇത്ര തന്നെയാണ്, LT⁻⁻1 ആണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അത് കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അടിപൊളിയായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും മക്കളെ. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ഞാനിപ്പോ എഴുതിയിരിക്കുന്ന അല്ല മക്കളുടെ ക്വസ്റ്റ്യൻ. മക്കളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മക്കളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ ആരില്ല? റൂട്ടില്ല. റൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും ഡയമെൻഷനിൽ എന്താണ്? കറക്റ്റ് ആണ്. പക്ഷെ റൂട്ടില്ല, നിർഭാഗ്യവശാൽ. പോട്ടെ, ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? പോട്ടെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാടാ. F is equal to -kx അല്ലെ? വർക്ക് എനർജി പവറില് നമ്മൾ സ്പ്രിംഗ് ഫോഴ്സിന്റെ ഒക്കെ ബേസിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. F is equal to -kx. k എന്ന് പറഞ്ഞ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും വേണ്ട മക്കള്. -k is equal to എന്താണ് മക്കളെ വരിക? F/x വന്നു അല്ലെ? ഇതിലെ F ന്റെ ഡയമെൻഷൻ എന്താണ് മക്കളെ? mLT⁻⁻2 അല്ലേ? X ന്റെ ഡയമെൻഷൻ എന്താണ്? L അല്ലേ? അങ്ങനെയാണെങ്കിൽ L കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എന്തായി മാറിടാം? m⁻⁻2. അടിപൊളി. കുഞ്ഞു ക്വസ്റ്റ്യൻ ട്ടാ. ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് ലാസ്റ്റ് സ്ലൈഡ് കേട്ടോ. ലാസ്റ്റ് സ്ലൈഡിലേക്ക് വന്നേ. അത് എളുപ്പമാണല്ലോ, അടിപൊളി ക്വസ്റ്റ്യൻ ആണല്ലോ, എളുപ്പ ക്വസ്റ്റ്യൻ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കും മക്കളൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്, നല്ല ഹാപ്പി മൂഡിൽ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ. The side of the cube is measured as 3405 centimeters. 3405 centimeters. Okay, fine. How many significant figures? ഇതൊക്കെ ഈസി ആണ് സാറേ. ഇതൊക്കെ ഇനിയും ചോദിക്കാൻ പാടുണ്ടോ നിങ്ങള്? ഇല്ല, ഞാൻ ചോദിക്കുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളൊന്ന് പറഞ്ഞിട്ട് പോവാം. 3405 അങ്ങനെയാണോ മക്കൾ പറ? ഇതൊരു ഡെസിമൽ നമ്പർ ആണോ നോൺ ഡെസിമൽ നമ്പർ ആണോ? എന്ത് സംശയമാണ്? ഡെസിമൽ നമ്പർ ആണോ നോൺ ഡെസിമൽ നമ്പർ ആണോ? നോൺ ഡെസിമൽ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ റൂൾ എന്തായിരുന്നു? നമ്മളെ സീക്രട്ട് റൂൾ എന്തായിരുന്നു മക്കളെ? ഫസ്റ്റ് നോൺ സീറോ നമ്പർ, ലാസ്റ്റ് നോൺ സീറോ നമ്പർ. ഇവിടെ നമുക്ക് എത്രയാ വരിക? സിഗ്നിഫിക്കന്റ് ഫിഗർ 4 വരും സാറേ. ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇതിൽ എത്രയാണ് മക്കളെ? 4 അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു കാര്യം മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രീവിയസ് ഇയറിൽ നമ്മളൊരു പ്രീവിയസ് ഇയറിൽ ഒരു 10 കൊല്ലങ്ങളായിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് പാറ്റേണുകൾ കണ്ടിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എക്സാമിന് ചോദിച്ചു, അടുത്ത എക്സാമിനും അതിന്റെ വാല്യൂസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് തയ്യാറാക്കിയത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് പഠിച്ചു പോവാം. ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മളിപ്പോ ഈ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 15 ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട മക്കളെ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മക്കളുടെ കയ്യിലുണ്ട്. ഒരു കൺഫ്യൂഷനും വേണ്ട. അതിൽ ഇനി എത്ര മാർക്ക് ചോദിച്ചാലും, ഇനി 4 മാർക്സ് ആണെങ്കിലും 5 മാർക്സ് ആണെങ്കിലും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആ 4 മാർക്സോ അല്ലെങ്കിൽ 5 മാർക്സോ ഫുൾ മാർക്സ് JP ഗ്യാരണ്ടി ആണ്.
ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വേറെ ദിവസം കാണാം. റെഡി? ഓക്കെ.